ഗുഡ് ഈവനിങ്. KCTയുടെ ഭാഗമായിട്ട് കോട്ടയം ഡിസ്ട്രിക്റ്റ് നടത്തുന്ന പ്രോഗ്രാമാണ് ഉറവ്. അതിൻ്റെ സെക്കൻഡ് ഡേ ആണ്. എല്ലാ തിങ്കളാഴ്ചകളും നമ്മൾ ഉറവിൻ്റെ പ്രോഗ്രാംസ് നടത്തുന്നു. ഇന്ന് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ശ്രീകുമാരി മാമാണ്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റിൻ്റെ പ്രസിഡന്റ് മനോഹർലാൽ സാറും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്തു. ഗസ്റ്റ് സ്പീക്കിന് വേണ്ടി മനോഹർലാൽ സാറിനെ ക്ഷണിക്കുകയാണ്. ഡോക്ടർ മനോഹർ സാർ, യു ആർ വെൽക്കം. ഓക്കെ. KCTയുടെ കോട്ടയം ജില്ലയുടെ വെബിനാർ നമ്മൾ തുടങ്ങിയത് തന്നെ KCTയുടെ പരിപാടി കോട്ടയത്തിലൂടെയാണ്. ആദ്യത്തെ ക്ലാസ് എടുക്കുവാനും അത് ഉദ്ഘാടനം ചെയ്യാനും ഒക്കെ ഉള്ള ഭാഗ്യം എനിക്ക് ഇതിൽ സന്തോഷമുണ്ട്. അതിനുശേഷം നമ്മൾ തുടർന്ന് കൊണ്ടുപോകുന്ന പരിപാടികളാണ്. എല്ലാ തിങ്കളാഴ്ചയും വെബിനാർ നടത്തുക എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലാസ്സുകൾ, പല ക്ലാസ്സുകൾ, പല പ്രഗത്ഭന്മാരും നമ്മുടെ കോട്ടയത്തുണ്ട്, മറ്റു ജില്ലകളിലുമുണ്ട്. കോട്ടയത്തുള്ള ആളുകൾ വളരെ കാര്യക്ഷമതയോടെ തന്നെ ഈ പരിപാടി കൊണ്ടുപോകുന്നതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മളെ സ്റ്റേറ്റിനേക്കാളും വെല്ലുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് കോട്ടയം ജില്ലക്ക് സാധിച്ചു എന്നതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഇന്ന് പല സബ്ജക്റ്റുകളും നമ്മളിവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇന്ന് ഇവിടെ ശ്രീകുമാരി മാം എടുക്കുന്ന സബ്ജക്റ്റ് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. വളരെ ഇന്ന് ആനുകാലിക പ്രസക്തിയുള്ളതും നമ്മുടെയൊക്കെ ക്ലിനിക്കിലൊക്കെ വളരെയധികം നമ്മളെ മുന്നിൽ വരുന്ന ക്ലയന്റുകളുടെ ഇടയിൽ ഉണ്ടാവുന്ന പ്രയാസമുള്ള ഒരു സബ്ജക്റ്റ് കൂടിയാണ് മൊബൈൽ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ. വലിയൊരു പ്രയാസം ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അഡിക്ഷന്റെ ഒരു മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതൊരു രണ്ട് രീതിയിൽ പറയാം. അതൊരു ഡോപ്പമിന്റെ ഒരു പ്രവാഹത്തില് നമ്മളെ ആകൃഷ്ടരാകുന്ന ഒരു രീതിയിലും ഉണ്ട്. ഒരു അഡിക്ഷൻ ഒരു പിന്നിലൊരു വേദനയുണ്ട് എന്നും രണ്ട് രീതിയിൽ അഡിക്ഷനെ തരംതിരിക്കാം. നമ്മുടെ കുട്ടികളുടെ അഡിക്ഷൻ ഒക്കെ പറയുമ്പോൾ അത് അവർക്ക് അവരുടെ അഡിക്ഷന് കാരണമാകുന്നത് ഇപ്പൊ ഇവിടെ പറയുമായിരിക്കും കാര്യങ്ങളൊക്കെ. അഡിക്ഷന് കാരണമാകുന്നതിന് പ്രധാനപ്പെട്ട പാരൻസ് തന്നെയാണ്. നമ്മൾ ചെറിയ കുട്ടിക്കാലത്ത് തന്നെ അവർക്ക് നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കുക, അവരെ കംഫർട്ടാക്കാൻ വേണ്ടിയിട്ട് 6 മാസം വരെ ഉള്ള കുട്ടികൾ പോലും മൊബൈലിൽ അവരെ കംഫർട്ടാക്കാൻ പാരൻസിന് കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. 2 വയസ്സ് വരെ മൊബൈൽ ഉപയോഗിക്കരുത് എന്നാണ് നമ്മൾ സൈക്കോളജിസ്റ്റുകളെ ക്യാമ്പയിനിങ് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള ഒരു രീതിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കുട്ടികളെ എങ്ങനെ മൊബൈൽ അഡിക്ഷനെ പറ്റി കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം കുട്ടികളല്ല അതിൽ കുറ്റക്കാരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രക്ഷിതാക്കളാണ്, അല്ലെങ്കിൽ കെയർടേക്കേഴ്സ് ആണ്, അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള ആളുകളാണ് ഉത്തരവാദികൾ. കുട്ടികള് സ്വാഭാവികമായും വേറൊരു തലങ്ങളിലേക്ക് പോവാൻ പറ്റാത്തൊരവസ്ഥയിൽ വരുമ്പോൾ, വേറെ മാർഗങ്ങളില്ലാതെ വരുമ്പോൾ ഇത് കൂടുതൽ സ്വാഭാവികമായും അവരുടെ മനസ്സിലേക്ക് കയറുകയും അതിലൊരു ആശ്വാസം കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ സന്തോഷം കണ്ടെത്തുന്ന ഒരു റിവാർഡ് സിസ്റ്റം ബ്രെയിനിൽ ഉണ്ടാക്കി തീർക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള കാര്യവും മനഃശാസ്ത്രവും ഒക്കെ. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മോചനം നേടുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം അത്രയും പ്രയാസകരമായ ഒരു കൗൺസിലിംഗ് രീതിയിലൂടെയൊക്കെ നമുക്കതിന് കൊണ്ടുപോകേണ്ട ഒരു അവസരം വരുന്നു. കാരണം അതൊരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തുന്ന കുട്ടികളുണ്ട്. മൊബൈൽ എടുത്ത് കഴിഞ്ഞാൽ അത് വയലന്റ് ആവുകയും പാരൻസിനെ അടിക്കുക പോലും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ടീച്ചേഴ്സ് ആണെങ്കിൽ ടീച്ചേഴ്സ് പറഞ്ഞാലും ഒന്നും അനുസരിക്കാത്ത രീതിയിലും ഉള്ള കാര്യങ്ങൾ ധാരാളം നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ വഷളാവുമ്പോൾ മാത്രമാണ് കൗൺസിലിങ്ങിനോ മറ്റുള്ള ചികിത്സകൾക്കോ നമ്മൾ കൊണ്ടുപോകാറുള്ളത്. അപ്പൊ അത് തന്നെ അത് വലിയൊരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം തുടക്കത്തിൽ തന്നെ നിഷ്പ്രയാസം ഇത് കാര്യങ്ങൾ മാറ്റിയെടുക്കാവുന്ന, അവരുടെ ശ്രദ്ധ വേണ്ട രീതിയിൽ കളിയിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനൊക്കെ കഴിയുന്ന ഒരു അവസരം ഉണ്ടായിട്ട് അതൊന്നും നമ്മൾ എടുക്കാതെ
നമ്മളെ കംഫർട്ട്, പാരൻസിന്റെ കംഫർട്ട് അല്ലെങ്കിൽ മുതിർന്ന ആളുകളുടെ കംഫർട്ടിന് വേണ്ടി മാത്രം ഈ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ വ്യാപരിക്കാനുള്ള അവസരം കൊടുക്കുന്നതിൽ നമ്മളൊക്കെ ഉത്സുകരാവുന്ന, അങ്ങനെ തന്നെ പറയാൻ വേണമെങ്കിൽ ഒരു 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 കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നത്. ആർക്കും ഒന്നും നേരില്ല, സംസാരിക്കാൻ നേരില്ല, കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ നേരില്ല. സമയം നമ്മൾ തന്നെ എന്താ ചെയ്യുന്നത്, അധിക നേരം മൊബൈലിന്റെ മുന്നിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയും എന്നതാണ് വേറൊരു വശം. എങ്ങനെ നിങ്ങളത് റെസ്ട്രിക്റ്റഡ് യൂസ് ആവണം എന്ന് പറയാൻ, ആ ടൈം ലിമിറ്റ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാനുള്ള പല കാര്യങ്ങളൊക്കെ ഇവിടെ ക്ലാസ്സിൽ പറയുമായിരിക്കും. അതിൻ്റെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അതായത് നമ്മളെ മൊബൈൽ ഉപയോഗിക്കാതെ നിൽക്കുന്ന ഒരവസ്ഥ, നോ ടൈം എന്നുള്ള രീതിയിൽ, എന്തിനാണ് ഞാൻ മൊബൈൽ ഉപയോഗിക്കുന്നത് എന്നുള്ള കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്ങിലൊക്കെ കൂടെയൊക്കെ CBTയിലൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്ന പല പദ്ധതികളുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് സ്കൂളുകൾ തലത്തിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ടീച്ചർ അതിന് പറയാൻ പറ്റും. സ്കൂള് തലത്തിലെ പാഠ്യവിഷയങ്ങളിലൊക്കെ ഈ സൈക്കോളജി ഒരു വിഷയമാക്കണമെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. കുട്ടികളെ എങ്ങനെ വളർത്താം എന്നുള്ളത് പാരൻസിനും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും അവബോധം ഉണ്ടാക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുള്ളൂ. എന്തുകൊണ്ടും ഈ ഒരു സബ്ജക്റ്റ് നല്ലൊരു സബ്ജക്റ്റ് തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് വളരെ വളരെ രസകരമായ രീതിയിൽ തന്നെ നമുക്കിവിടെ അവതരിക്കപ്പെടുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നോമോഫോബിയ എന്ന് പറഞ്ഞാൽ തന്നെ കേൾക്കുമ്പോൾ അത് എന്താണെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ചിന്ത ആളുകളുടെ ഇടയിലേക്ക് തീർച്ചയായും എത്തിപ്പെടുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തവുമാണ്. ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു പരിപാടി വളരെ നല്ല രീതിയിൽ ഇവിടെ കൊണ്ടുപോകാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇതിന് വേണ്ടി ഈ ഒരു ക്ലാസ്സിന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ഡോക്ടർ സാബു കേരളം സാറിനെ പ്രത്യേകം നന്ദി പറയുന്നു. ഈ ഇന്നത്തെ ഇവിടെ മീറ്റിങ്ങിൽ, ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊള്ളുന്നു. നന്ദി. എനിക്ക് ഈ അവസരം തന്നതിൽ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. താങ്ക് യു ആൾ. നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഇത് വളരെ എല്ലാവരും ഇതിൽ ഇടപെട്ട് സംസാരിക്കുകയും വേണമെന്ന് എനിക്ക് പറയാനുണ്ട്. കാരണം ഇത് ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കേണ്ട ഒരു നല്ല സബ്ജക്റ്റാണ്. കാരണം അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ലഹരി അഡിക്ഷൻ പോലെ തന്നെ ലഹരിയേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു അഡിക്ഷനാണ് മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവിധ ആശംസകളും. ഓവർ ടു യു സർ. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം. തീർച്ചയായിട്ടും വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ് നോമോഫോബിയ. ഒരുപക്ഷെ പേര് കേൾക്കുമ്പോൾ ഒരുപക്ഷെ അത് മനസ്സിലായില്ലെങ്കിൽ പോലും അത് മൊബൈൽ അഡിക്ഷനാണ്. ഇന്നത്തെ സമൂഹത്തിൽ കുട്ടികളുടെ ഇടയിൽ മാത്രമല്ല എല്ലാവരുടെ ഇടയിലും, മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവരുടെ ഇടയിലും ഈ ഒരു പാട്ടുണ്ട്. കാരണം നമ്മൾ പോലും അറിയാതെ പലപ്പോഴും ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇങ്ങനെയൊക്കെ ഭാഗങ്ങൾ നോക്കുമ്പോൾ നമ്മളറിയാതെ നമ്മളെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന എന്തോ ഒരു ശക്തി അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ആ ശക്തിയെ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും പ്രോബ്ലം വരും. അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടി നോമോഫോബിയ, ഈ മൊബൈൽ അഡിക്ഷൻ്റെ ക്ലാസ് നമുക്ക് തരുന്നത് ശ്രീകുമാരി മാമാണ്. റിട്ടയർഡ് ഹൈസ്കൂൾ ടീച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കുട്ടികളെയും കുട്ടികളുടെ ആ രീതികളും ഒക്കെ തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് നല്ലൊരു പരിഹാരവും നമുക്ക് നിർദ്ദേശിക്കാം. അതോടൊപ്പം നമ്മൾക്ക് ചർച്ചയിലും നമ്മുടെ എല്ലാവരുടെയും അനുഭവങ്ങളും അതിലേക്ക് കൊടുക്കാം. സോ നിങ്ങളെല്ലാവരുടെയും പേരിൽ ശ്രീകുമാരി മാമിനെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീകുമാരി മാം, യു ആർ വെൽക്കം. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും നമസ്കാരം. പ്രത്യേകിച്ചും സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ മനോഹരൻ സാർ, അതുപോലെ നമ്മുടെ KCTയുടെ കോട്ടയം ജില്ലാ നേതൃത്വം വഹിക്കുന്ന സാബു സാർ, ആനിയമ്മ മാം, ഹസീന മാം, ലതിക മാം, സജി സാർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഞാൻ ഈ പ്രസന്റേഷൻ കേൾക്കുന്നതിനായിട്ട് സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവരെയും വന്ദിച്ചു കൊള്ളുന്നു. എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ശ്രീകുമാരി, ചങ്ങനാശ്ശേരിയിലാണ് എൻ്റെ സ്വദേശം. ഞാൻ വർക്ക് ചെയ്തിരുന്നത് ആലപ്പുഴയായിരുന്നു. അറവ്കാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 2020 റിട്ടയർ ചെയ്തു. പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു എൻ്റെ വിഷയം. ഞാൻ അതിനുശേഷം
ട്രാൻസാക്ഷണൽ അനാലിസിസ് കോഴ്സ് പാസ്സായി. NLP മാസ്റ്റർ ലെവൽ 3 പാസ്സായിട്ടുണ്ട്. ഇനിയോഗ്രാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. സൈക്കോളജിയിലേക്ക് കൂടുതലായിട്ട് കടന്നിട്ടില്ല. സൈക്കോളജിക്കൽ വിഷയങ്ങളിലൂടെ കൂടുതൽ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. കിട്ടുന്ന അവസരങ്ങളിൽ തോട്ട്സിൽ വെബിനാർ ചെയ്യുകയും NSDC സർട്ടിഫിക്കറ്റ് നേടുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും എൻ്റെ പരിമിതമായ അറിവുകളിൽ നിന്നുകൊണ്ട് ഇന്നത്തെ വിഷയം ഞാനിവിടെ എടുക്കാൻ എല്ലാവരുടെയും അനുവാദം സ്വീകരിച്ചു കൊള്ളുന്നു. നമുക്ക് ആദ്യമായിട്ട് സമൂഹത്തിനെ നന്മയിലേക്ക് നയിക്കുന്ന 2 വരി കവിതയിലൂടെ തുടങ്ങാം. മതിയെന്റെ മക്കളെ, മതിയെന്റെ മക്കളെ, കയറിവാ നിങ്ങളീ മതിവിഭ്രമത്തിൻ കയങ്ങളിൽ നിന്നുടൻ. മതിയെന്റെ മക്കളെ, കയറിവാ നിങ്ങളീ മതിവിഭ്രമത്തിൻ കയങ്ങളിൽ നിന്നുടൻ. രസമുകുളങ്ങളിൽ തീപാർത്തിടുന്ന രാസബന്ധുക്കൾക്കു ചിതയൊരുക്കിയിടുവാൻ ബോധതന്തുക്കളിൽ നൃത്തമാടുന്ന ബോധതന്തുക്കളിൽ മതനൃത്തമാടുന്ന ബാധഭൂതങ്ങളെ കുടിയൊഴിപ്പിക്കുക. കരളിന്റെ തളിരിലകൾ വാടാതിരിക്കുവാൻ കർഗരസായനം വേണമെന്നറിയുക. പെറ്റവർ ഉറ്റവർ തന്നുയർത്തിരയുന്ന ചുറ്റിക ചുരികകൾ ദൂരെ ത്യജിക്കുക. സുരനിരകൾ നീന്തുന്ന ഹൃദയ ചഷകങ്ങളെ പരമപ്രേമാമൃത മധുരം നിറയ്ക്കുക. കൂടെ പിറപ്പിന്റെ തുടമാംസം ഉണ്ണുവാൻ കൊടുവാങ്ങിരാഗി തിളക്കാതിരിക്കുക. വിഷബന്ധനത്തിന്റെ ചരടെടുത്തിടുക. വിഷാദ കരിമ്പടം വിട്ടു നീ ഉണരുക. അലിവിൻ നിലാമഴയിൽ ആർദ്രമായി അലിയുക. അവരന്റെ നൊമ്പരം സ്വന്തമെന്നോർക്കുക. ഇരുളറ പൊത്തുകളിൽ ഇനി വേണ്ട താമസം, ഇനി ഉണർന്നിടുവാൻ അരുതരുത് താമസം. അരുമകൾ നമ്മൾ തൻ മക്കൾ ജയിക്കുവാൻ ഒരുമയോടൊരു മഹായജ്ഞം നടത്തിടാം. ലഹരി കറുപ്പിൻ അമാവാസി രാത്രിയിൽ ലക്ഷം വിളക്കുകൾ കത്തിച്ചു വെച്ചിടാം. എല്ലാവർക്കും നമസ്കാരം. ഈ കവിത എന്നെ വളരെയധികം സ്വാധീനിച്ച ഒന്നാണ്. ഡോക്ടർ ഗോപകുമാർ സാറ്, ആരോഗ്യ സർവകലാശാല രജിസ്ട്രാറ്, അദ്ദേഹം എഴുതിയ ഈ കവിത നമ്മുടെ സമൂഹത്തിലെ ലഹരികൾ, അത് പല വിധത്തിലുള്ള ലഹരിയുണ്ട്. ഇന്ന് ഞാൻ എടുക്കുന്ന ഒരു ലഹരിയാണ്. അതിനെ സംബന്ധമായ ഒന്നാണ് ഫോബിയ. അപ്പൊ ഇങ്ങനെ സമൂഹത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്നാൽ അനിവാര്യമായ ഘടകവുമാണ് അതിൻ്റെ അമിത ഉപയോഗം നമ്മുടെ സമൂഹത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഈ കവിത എന്തുകൊണ്ടും പ്രാധാന്യം അറിയിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഇത് സമർപ്പിക്കുന്നു. നമ്മുടെ വിഷയം, ഇന്നത്തെ ടോപ്പിക്ക് ഫോബിയയിൽ തുടങ്ങാം. അതായത് നമ്മുടെ സമൂഹത്തിലെ ഒരു പ്രത്യേക വസ്തുവിനോടോ സാഹചര്യങ്ങളോടോ കാണുന്ന അമിതമായ ഭയം, അതാണ് ഫോബിയ. ഒരു പ്രത്യേക സാഹചര്യങ്ങളോടായിരിക്കും, ചിലപ്പോൾ ഒരു വസ്തുവിനോടായിരിക്കും, അനാവശ്യമായതായിരിക്കും, പക്ഷെ നമുക്കൊരു ഭയം ഉള്ളിലുണ്ടാകുന്നു. അതിനെ സംബന്ധമായ ഒന്നാണ്. ഇപ്പം അഗോറോഫോബിയ എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്ലേസസിനെ സംബന്ധമായ ഭയം. സോഷ്യൽ ഫോബിയ ഉണ്ട്, സാമൂഹിക സാഹചര്യങ്ങളോടുള്ള ഭയം. ബസൽ ഫോബിയ ഉണ്ട്, പ്രധാനപ്പെട്ട വസ്തുക്കളോട് അല്ലെങ്കിൽ മൃഗങ്ങളോടൊക്കെയുള്ള ഭയം. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം ഭയങ്ങളുണ്ട്. ഈ ഭയങ്ങളിൽ ഏറ്റവും പ്രധാനമായി ഇന്ന് നമ്മുടെ സമൂഹത്തെ കുരുന്നുകളെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭയമാണ് നോമോഫോബിയ. അതാണ് ഇന്നത്തെ എൻ്റെ വിഷയം. നോമോഫോബിയ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. മൊബൈൽ ഫോൺ ഇല്ലാത്ത, നോ മൊബൈൽ ഫോൺ ഫോബിയ. നോക്കിയാൽ എല്ലാവരുടെ കൈകളിലും മൊബൈൽ ഫോൺ ഉണ്ട്. മൊബൈൽ ഫോൺ ഇല്ലാതെ നമ്മൾ ഇരിക്കുമ്പോഴുണ്ടാകുന്ന, നമ്മുടെ കയ്യിൽ ഇല്ല, ഒരു നിമിഷം നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഇറ്റ് ഈസ്
when a person experiences fear or anxiety about not having mobile phone connectivity. മൊബൈൽ ഫോൺ ആക്ച്വലി ഉണ്ട്, പക്ഷെ നമുക്കത് ആ കണക്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നുകിൽ അതിൻ്റെ ബാറ്ററി പോയതായിരിക്കും, അല്ലെ ചാർജ്, ഇങ്ങനെയൊക്കെ നമുക്ക് ടെൻഷനാ. അതൊന്നും പോയിട്ടില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ ഒരു അകാരണമായ ഭയം. അതിൻ്റെ ചാർജ് തീരുമോ, ബാറ്ററി ലോ ആകുമോ, ഇതിന് നെറ്റ്വർക്ക് കിട്ടുമോ, ഇങ്ങനെയുള്ള അകാരണമായ ഒരു ഭയം നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നതാണ് ആ ഫോണുമായിട്ട് ബന്ധപ്പെട്ട്. അതാണ് നോമോഫോബിയ. ഇത് നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന മൊബൈൽ ഫോണാണ്. കാരണം വിദ്യാഭ്യാസ മേഖലകളെല്ലാം തടസ്സപ്പെട്ടപ്പോൾ അന്ന് മൊബൈൽ ഫോൺ അനിവാര്യമായിരുന്നു. ഞാനൊരു ഹയർ സെക്കൻഡറി അധ്യാപികയാണ്. ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ എൻ്റെ മേശയിൽ ഡ്രോയിൽ ഒരു 22 ഫോൺ ഉണ്ടായിരുന്നു. അതെല്ലാം പേര് എഴുതി വെച്ച് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. രക്ഷകർത്താക്കൾ വരാത്തതുകൊണ്ട് സൂക്ഷിച്ച് വെച്ചിരുന്ന. പക്ഷെ റിട്ടയർ ചെയ്തതിന് ആ അവസാന കാലഘട്ടമായപ്പോൾ കോവിഡ് വന്നു. കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, അധ്യാപകർ ഉൾപ്പെടെ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാൻ തുടങ്ങി. കാരണം പിന്നെല്ലാം ഓൺലൈൻ ക്ലാസ്സുകളായി. ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകളിൽ കയറുകയും അത് ഓൺലൈൻ ക്ലാസ്സുകളിൽ കയറുക എന്നും പറഞ്ഞ് അവരത് ഓൺ ചെയ്ത് വെച്ച് അതിൻ്റെ അമിതമായി അതിൻ്റെ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. ആ കാലഘട്ടം മുതലാണ് അമിതമായ ഉപയോഗം വന്നു തുടങ്ങിയത് എന്നാണ് എൻ്റെ വിശ്വാസം. അതിനു മുമ്പ് വരെ ഉപയോഗിക്കുന്നുണ്ട് ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ഇത് ഇച്ചിരി കൂടുതലായിപ്പോയി. കാരണം എല്ലാവർക്കും അനിവാര്യമാണ്, ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട അനിവാര്യമാണ്. പക്ഷെ അന്നേരം അധ്യാപകരും സമൂഹവും എല്ലാം ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ അവരുടെ കൈകളിലെല്ലാം ഇതെത്തി. അപ്പോൾ ഇത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നെ എന്താണ്, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് വേണമെന്ന് തോന്നുന്ന അവസ്ഥ. അതുപോലെ ഇതെന്നാനും പോകുമോ, ഇതെങ്ങനെ നഷ്ടപ്പെടുമോ എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഭയമാണ് നോ മൊബൈൽ ഫോൺ ഫോബിയ, നോമോഫോബിയ. മീനിങ് ഓഫ് നോമോഫോബിയ: problematic mobile phone use or നോമോഫോബിയ is the നോമോഫോബിയ എന്ന് പറയുന്നത് നമുക്ക് ആ മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം, എക്സസീവ് യൂസ്, നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്, വേണ്ടതിനും വേണ്ടതിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ മൊബൈൽ ഫോണിൻ്റെ ആ ഒരു ചിന്തയാണ് കിടക്കുന്നത്. ഇറ്റ് ഇൻ്റർഫിയേഴ്സ് വിത്ത് ഡെയിലി ലൈഫ്. നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ ഇത് ബാധിച്ചിരിക്കുന്നു. നമ്മൾ ആവശ്യം വേണ്ടുന്ന വസ്തു അതിനെ ഒരു ആവശ്യ വസ്തുവായിട്ട് മാത്രം കാണാതെ നമ്മളതിനെ അനാവശ്യമായിട്ടും ഉപയോഗിക്കുന്നു. അതുമൂലം നമുക്കത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ഉണ്ടാകുന്നു, നെറ്റ് കണക്ഷൻ കിട്ടുമോ എന്നുള്ള ഭയം ഉണ്ടാകുന്നു. അതാണ് കുഞ്ഞുങ്ങളിലും നമ്മുടെ സമൂഹത്തെയും കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന, നമുക്കറിയാം പല വാർത്തകളും നമ്മൾ കേൾക്കുന്നതാണ് അല്ലേ, ഈ നോമോഫോബിയയുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അതിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് ആണ് ഞാനിന്ന്, എല്ലാം പറയുന്നില്ല, വളരെ ചുരുക്കം 3-4 സിംറ്റംസ് ഞാനിവിടെ ഇന്ന് സൂചിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ വളരെ പരിമിതമായ സമയത്ത് നിന്നുകൊണ്ട്, പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് വളരെ കുറച്ച് സിംറ്റംസ് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ആൻസൈറ്റി എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. ഈ നോമോഫോബിയ വരുന്നത് മൂലം ആ ഒരു മൊബൈലിൻ്റെ അമിതമായ ഉപയോഗം മൂലം ആൻസൈറ്റി ഉണ്ടാകുന്നു. ആൻസൈറ്റി എന്ന് വെച്ചാൽ സാധാരണ മാനസികാവസ്ഥയാണ്. അത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന വിപത്തിനെക്കുറിച്ചുള്ള ഒരു ആകാംക്ഷയാണ് ആൻസൈറ്റി. ഭാവിയിൽ ഇന്നത് സംഭവിക്കുമ്പോൾ ആഗോളതാപനം വന്നു കഴിയുമ്പോൾ നാളെ ഈ ഭൂമിയെല്ലാം ഇല്ലാതായി ഈ പ്രധാനപ്പെട്ട ഭൂഖണ്ഡങ്ങളെല്ലാം ഇല്ലാതാകുമോ, അല്ലെങ്കിൽ അമിതമായ മഴയുടെയും ചൂടിൻ്റെയും വരവ് ജീവജാലങ്ങളെല്ലാം നശിപ്പിച്ചു കളയും, ഇങ്ങനെയൊക്കെ നമുക്ക് സാധാരണ അതൊക്കെ ചിന്തിക്കാം, ആവശ്യമാണ്. പക്ഷെ ഇതിനെപ്പറ്റി അനാവശ്യമായിട്ട് കാട് കയറി ചിന്തിക്കും. ചിന്തിച്ച് അത് രോഗമായിട്ട് മാറും. അതാണ് ആൻസൈറ്റി. നോമോഫോബിയ എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള ആൻസൈറ്റി സിംറ്റംസ് ആണ്, പക്ഷെ അത് മൊബൈലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ മൊബൈൽ എൻ്റെ കയ്യിൽ നഷ്ടപ്പെടുമോ, ഈ മൊബൈലിന് ചാർജ് ഇല്ലാതാകുമോ, നെറ്റ് കണക്ഷൻ കിട്ടാതാകുമോ, ഇതെനിക്ക് ഉപയോഗിക്കാൻ പറ്റാതാകുമോ എന്നുള്ള ആ ഒരു അമിതമായ ഭയം, അതാണ് ആൻസൈറ്റി എന്നുള്ളത്. ആൻസൈറ്റി സംബന്ധമായ ധാരാളം വിപത്തുകൾ
നിരന്തരമായി നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തപ്പെടുന്നതും, അല്ലെങ്കിൽ നമുക്കിന്ന് കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനിങ് അസോസിയേഷൻ അനിവാര്യമായിട്ട് വന്നതും ഇതുപോലെയുള്ള ഫോബിയകൾ കൊണ്ടാണ്. ആൻസൈറ്റിയെ സംബന്ധിച്ച് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? അതിനടുത്ത് പൊക്കോട്ടെ. അവസാനം ഡിസ്കസ് ചെയ്യുമോ? ഓക്കെ സാർ. ഫാൻറ്റം വൈബ്രേഷൻ എന്താണത്? ഇറ്റ് ഈസ് ദ false sensation that your mobile phone is vibrating due to habitual phone use. നിരന്തരമായി നമ്മളിത് ഉപയോഗിക്കുകയാണ്. മൊബൈൽ ഫോൺ നമ്മൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുമ്പോൾ, അതായത് ഇപ്പം നമുക്കറിയാം, ഉറങ്ങാൻ നേരത്തും മൊബൈൽ ഫോൺ, ടോയ്ലറ്റിൽ പോയാലും മൊബൈൽ ഫോൺ, ബാത്തിങ്ങിൽ പോയാലും മൊബൈൽ ഫോൺ, എപ്പോഴും മൊബൈൽ ഫോണാണ്. അപ്പം നമ്മുടെ ഈ മനസ്സിൽ ഇതിൻ്റെ റിങ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക, വൈബ്രേഷൻ കേട്ടോണ്ടിരിക്കുക. അത് നമ്മുടെ തലച്ചോറിലൊരു എവിടെ എന്തെങ്കിലും ഒരു വേറെ സൗണ്ട് കേട്ടാലും ഫോൺ റിങ് ചെയ്യണോ ഒരു ഭീതി, ഒരു ഭയം. എൻ്റെ ഫോണാണോ റിങ് ചെയ്ത് ഉറക്കത്തിൽ പോലും ഞെട്ടി ഉണരുന്നു. വേറെ എന്തോ ശബ്ദമായിരിക്കും കേൾക്കുന്നത്, പക്ഷെ ഈ ഫോൺ റിങ് ചെയ്തു എന്നുള്ള ആ ഒരു തോന്നൽ, അത് നമ്മളിൽ നിരന്തരമായ ഉപയോഗം കൊണ്ടുണ്ടാകുന്നതാണ്. നമുക്ക് മൊബൈൽ ഫോൺ ആവശ്യമാണ് എങ്കിലും നമ്മളത് ക്രമാതീതമായിട്ട് ഉപയോഗിക്കുന്നു. എപ്പോഴും നമ്മൾ നോക്കും, നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ടോ, മെസ്സേജസ് ഒക്കെ ഉണ്ടോ, ആരൊക്കെ ലൈക്ക് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. വാട്സാപ്പ് ധാരാളം ചാറ്റുകളെല്ലാം നമ്മൾ നിരന്തരമായി യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുക. കുട്ടികളാണെങ്കിൽ പോലും പഠിക്കുന്ന സമയങ്ങളിൽ പഠനമുറിയിൽ രക്ഷകർത്താക്കളുടെ സാന്നിധ്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉപയോഗം കൂടുതലാണ്. പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ മുറിക്കാതിരുത്തിയിട്ട് നമ്മൾ മാറി നിൽക്കരുത്. നമ്മൾ ഇവിടുന്ന് TV കാണുക, അങ്ങനെയൊക്കെ ധാരാളം ആൾക്കാരുണ്ട്. അതൊന്നും ചെയ്യരുത്. അവരുടെ പഠന സമയത്ത് നമ്മളൊരു ശ്രദ്ധ വേണം. പഠിക്കുന്ന സമയത്ത് പുസ്തകത്തിനകത്ത് മൊബൈൽ ഫോൺ ആയിരിക്കും. അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അവർ ധാരാളം കാര്യങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ഇത് അപ്പം ഇങ്ങനെ അമിതമായി ഇതിലേക്കുള്ള താല്പര്യം വന്നു കഴിയുമ്പോൾ ഇവർക്ക് അതിൻ്റെ റിംഗ് ടോൺ ഇങ്ങനെ ബ്രെയിനിനകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് കേട്ടാലും ഇവർക്ക് ഇതാന്ന് തോന്നും. അതൊരു തരത്തിലുള്ള അഡിക്ഷൻ തന്നെയാണ്, ഫോബിയാണ്. നമ്മളെ ശരിക്കും ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണിത്. പ്രധാനമായിട്ടും നമുക്കറിയാം, ഈ അഡിക്ഷനകത്ത് തന്നെ റിംഗ് ടോൺ വരുന്ന ആ ഭാഗത്ത് തന്നെ നമുക്കറിയാം ഒരു ടൈം നമ്മൾ വെക്കുന്നില്ലല്ലോ. കുട്ടികളാണെങ്കിൽ ഇപ്പം എൻ്റെ ഇവിടെ കൊച്ചുമോനുണ്ട്, അവന് പിന്നെ TV കാണണമെന്ന് പറയാം. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഒരു കൃത്യ ടൈം വെക്കും. ആ ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഓഫാക്കും. അപ്പം അത് നമ്മൾ രക്ഷകർത്താക്കൾ ചെയ്യുന്നു. ഈ കുട്ടികൾക്ക് ഒരു സ്വയം, അല്ലെങ്കിൽ ഇത് കണ്ട് അവർ വളരണം. ഒരു ടൈമിംഗ് ഇല്ല, നമുക്കില്ലല്ലോ, രക്ഷകർത്താക്കൾക്കില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു ടൈമിംഗ് ഇല്ലാത്തപ്പോൾ ഇപ്പോഴത്തെ ആപ്പിളിൻ്റെ ഈ ഫോൺ നിർമ്മാതാവ് തന്നെ പറയുന്നുണ്ട്, ഇതിനെ ടൈം ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ വരെ ഇപ്പോൾ ഉണ്ട്. അത് കണ്ടെത്തിയിട്ട് ഒരു പ്രധാനപ്പെട്ട ലേഖകൻ പറഞ്ഞിരിക്കുന്നു, സാമുവൽ ഗിബ്സ് എന്ന് പറയുന്ന ലേഖകൻ പറഞ്ഞിട്ടുണ്ട്, അന്താളിച്ചു പോയെന്ന്, അദ്ദേഹം ഉപയോഗിക്കുന്ന ഫോണിൻ്റെ ടൈം. അപ്പോൾ ഇതൊക്കെ ഫാൻറ്റം വൈബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കോൺസ്റ്റന്റ് ചെക്കിങ്, നിരന്തരമായ ചെക്കിംഗ് ആണ്. കോൺസ്റ്റന്റ്ലി ചെക്കിങ് നോട്ടിഫിക്കേഷൻസ്, മെസ്സേജ് ഓർ സോഷ്യൽ മീഡിയാസ്. നമ്മളെപ്പോഴും ഇങ്ങനെ നോക്കും. നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളിങ്ങനെ നോക്കും, വന്നിട്ടുണ്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. മെസ്സേജസ് എത്ര ഉണ്ട്, ആരൊക്കെ മെസ്സേജ് അയച്ചു, അതിനൊക്കെ തിരിച്ച് മെസ്സേജ് അയക്കുക, മെസ്സേജുകൾ ഇങ്ങനെ നോക്കുക. സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മൾ കയറി ലൈക്ക് അടിക്കും, വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം ലൈക്ക് അടിക്കും. ചിലപ്പോൾ എപ്പോഴെങ്കിലും പോലീസ് നമ്മളെ പിടിക്കുമ്പോഴായിരിക്കും, മക്കളെ എല്ലാം പിടിച്ചുകൊണ്ട് പോകുമ്പോഴായിരിക്കും അറിയുന്നത് ഇന്നതിനൊക്കെ ലൈക്ക് അടിച്ചാൽ ഇന്ന വിഭാഗത്തിൽപ്പെട്ടതായിരുന്നു, ഇന്ന ലഹരി കടത്തുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. നമ്മൾ അറിയുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും തെറ്റായ പ്രവണതകളിലായിരിക്കും, നമ്മൾ അറിയാതെ നമുക്ക് ഫ്രണ്ട്സ് അയക്കുന്നതല്ലേ, നമ്മൾ ലൈക്ക് അയച്ചുകൊണ്ടിരിക്കും. കുട്ടികളെ പറയേണ്ട, രക്ഷകർത്താക്കൾ ഇപ്പോൾ ഇത് തന്നെ പരിപാടി. കിട്ടുന്ന സമയങ്ങളിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക. നോട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു ആകാംക്ഷ, നോട്ടിഫിക്കേഷൻസ് വല്ലതും ഉണ്ടോ, വന്ന് കാണുമായിരിക്കും, ഞാൻ ശ്രദ്ധിക്കാഞ്ഞതായിരിക്കും. മെസ്സേജസ് എന്തെങ്കിലും അവരുടെ വന്നിട്ടുണ്ടോ, നമ്മളൊരു ഏതെങ്കിലും ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ ഉണ്ടോ, ഇങ്ങനെ നമ്മൾ നോക്കി പഠിക്കാനുള്ള സമയം പോകുന്നു, മറ്റു ജീവിത കാര്യങ്ങൾക്കുള്ള സമയം പോകുന്നു.
നമ്മൾ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യുന്നില്ല. നമ്മുടെ പ്രകൃതിയെയും നമ്മുടെ ഈ സൗന്ദര്യവും നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ റിലേഷൻസ് ഒന്നും നമ്മുടെ കുട്ടികളെ പോലും നമ്മൾ ചേർത്തിരുത്തുന്നില്ല. അവരെ ചേർത്തിരുത്തി ഒരു സൗഹൃദ സംഭാഷണം നടത്താനോ അവരുടെ കൂടെ ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ അവരെ എന്തെങ്കിലും ഒരു ഔട്ടിങ്ങിന് കൊണ്ടുപോകാനോ ഒന്നും സമയമില്ല. അച്ഛനൊരിടത്ത് മൊബൈൽ ഫോൺ, അമ്മയൊരിടത്ത് മൊബൈൽ ഫോൺ ഇരിക്കുന്നു. കുട്ടികളപ്പോൾ എന്ത് ചെയ്യും? അവരിത് കണ്ടു വളരുകയല്ലേ, അവരും വേറെ മൊബൈൽ ഫോൺ ഇരിക്കുന്നു. നമ്മളൊരു ടി വിയിൽ ഒരു എന്തോ ഒരു പ്രോഗ്രാമിൽ കണ്ടതാണ്. രക്ഷകർത്താവ് അമ്മ പുസ്തകം വായിക്കുന്നു, അച്ഛൻ പുസ്തകം വായിക്കുന്നു. അപ്പോൾ കുട്ടിയുടെ കയ്യിൽ ഫോണുണ്ട്. അവൻ എന്ത് ചെയ്തു? അവനെ നോക്കിയപ്പോൾ അച്ഛനും അമ്മയും പുസ്തകം വായിക്കുക. അവൻ എന്ത് ചെയ്തു? കാത്തു വെച്ചിട്ട് അവനും പുസ്തകം എടുത്ത് വായിച്ചു. നിരന്തരം കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമ്മളിങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫോൺ ഇങ്ങനെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്ത് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും എപ്പോഴും തോണ്ടലാണ്. അത് നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യും, സാമൂഹ്യ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തും, നമ്മുടെ ഹാപ്പി ആയിട്ടുള്ള ജീവിതം തന്നെ നഷ്ടപ്പെടുത്തുന്നു. കുട്ടികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഉയർന്ന നിലവാരത്തിയവർ അവരുടെ ലെവൽ താഴ്ന്നുകൊണ്ടിരിക്കും. എനിക്കറിയാം, എൻ്റെ മകന് SSLCക്ക് ഫുൾ A+ മേടിച്ചു കഴിഞ്ഞപ്പോൾ അവനൊരു എൻ്റെ ആങ്ങളയുടെ മകനൊരു മൊബൈൽ ഫോൺ കൊണ്ട് കൊടുത്തു. അതുവരെ ധാരാളം പുസ്തകങ്ങൾ, ഞാൻ ഈ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ധാരാളം അവിടെ പുസ്തക കച്ചവടക്കാർ വരും, ധാരാളം പുസ്തകങ്ങൾ വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ ഈ പുസ്തകങ്ങളെല്ലാം ഇവർ ഇഷ്ടം പോലെ വായിച്ച് ഇവിടെ ഇപ്പം നിങ്ങൾ ഈ ഷെൽഫിനകത്തിരിക്കുന്ന പുസ്തകങ്ങൾ, അതുകൂടാതെ ബണ്ടിൽ കണക്കിന് പുസ്തകങ്ങൾ എൻ്റെ അടുത്ത്, ഇതെല്ലാം എൻ്റെ കുഞ്ഞുങ്ങൾ വായിക്കുമായിരുന്നു. ഈ ഫോൺ കിട്ടിയപ്പോൾ തൊട്ട് അവർ പതുക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പക്ഷേ അത് വാങ്ങിച്ചു വെച്ചിട്ട് ടൈം കൊടുത്തു. ടൈം വെച്ചേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത്ര സമയം നീ പഠിച്ചതിന് ശേഷം ഇന്ന സമയം എടുക്കുകയാണല്ലേ യൂസ് ചെയ്യാവൂ. അങ്ങനെ ഒരു നിയന്ത്രണം വരുത്തിയത് കൊണ്ട്, ആ ഫോൺ ഉപയോഗിക്കുന്നതിനൊരു കൺട്രോൾ വരുത്തിയതുകൊണ്ട് അവൻ SSLC കഴിഞ്ഞു, +2 ഫുൾ A+ വാങ്ങിച്ചു, ആർമി എഞ്ചിനീയറിംഗ് കോളേജിൽ ഫുള്ള് മാർക്കോടുകൂടി പാസ്സായി. ഇന്നവൻ മേജറായിട്ട് ആർമിയിൽ ജോലി ചെയ്യുന്നു. ഒരു മോൻ അവൻ്റെ ലെവലിൽ തന്നെ PhD ചെയ്യുന്നു, ആസ്ട്രോഫിസിക്സ്. ഇതൊക്കെ മൊബൈൽ ഫോണിൽ ഇഷ്ടമാണോ? ഞാനിവിടെ കൺട്രോൾ ചെയ്തു. കൊടുക്കത്തില്ല, നല്ല കൊടുക്കും. ടി വി വെക്കുമായിരുന്നു, പക്ഷെ ഞാൻ എന്ത് ചെയ്യും? അതിനും ഞാൻ ടൈം വെക്കുമായിരുന്നു. അപ്പം അങ്ങനെ രക്ഷകർത്താക്കൾ കൂടെ വളരെയധികം ഒരു സ്വാധീനമുണ്ട്. നമ്മുടെ ഈ കോൺസ്റ്റന്റ് ചെക്കിങ് നമ്മളെ കണ്ടാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. ഇത് കുഞ്ഞുങ്ങൾ പിന്നെ നിരന്തരം അങ്ങ് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അത് മറ്റൊരു വിപത്താണ്. ഫീലിംഗ് ഡിസ്കണക്റ്റഡ് ഓർ ലോസ്റ്റ് വിത്തൗട്ട് എ ഫോൺ. നോക്കേ, ഒരു ഭ്രാന്ത് പിടിക്കുന്ന അന്തരീക്ഷമാണ് ഫോൺ ഇല്ലെങ്കിൽ. ഫോൺ എന്ത് ചെയ്യും? ഫോൺ നഷ്ടപ്പെടൂ, അല്ലെ ഫോൺ കിട്ടിയില്ല, അതിനകത്ത് ചാറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനകത്ത് നെറ്റ് കണക്ഷൻ കിട്ടുന്നില്ല, വല്ലാത്ത ലഹരിക്ക് അടിമയാകുന്നത് പോലെ ഇന്ന് ഫോണിന് കുഞ്ഞുങ്ങൾ അഡിക്റ്റ് ആയിരിക്കുന്നത്. എന്താ ചെയ്യുന്നതെന്ന് അവർക്കറിയത്തില്ല. ഫോണിന്റെ ചാർജർ കണ്ടില്ലെങ്കിൽ വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്ന രക്ഷകർത്താക്കളെ വരെ തല്ലുന്ന കുട്ടികളാണ് ഇന്ന് വളർന്നു വരുന്നത്. ചിലപ്പോൾ അവർ തന്നെ എടുത്തു വെച്ചായിരിക്കും, അവർക്ക് ഓർമ്മയില്ല എവിടെ വെച്ചതെന്ന്. അപ്പൊ ഇതുപോലെയുള്ള ഒരു ഡിസ്കംഫർട്ടായിട്ടുള്ള ഒരു മെന്റാലിറ്റി നമ്മുടെ സമൂഹത്തിലെ വളർന്നു വരുന്ന സമൂഹത്തിനെ വളർത്തിക്കൊണ്ട് വരുന്ന ഒന്നാണ് ഈ ഫോണിന്റെ നിരന്തരമായ ഉപയോഗം കൊണ്ട് നമുക്കുണ്ടാകുന്ന മറ്റൊരു വിപത്ത്. ധാരാളം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഫിസിക്കലി മെന്റലി ഒക്കെ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് കൂടുതലായിട്ട് വരുമ്പോൾ നമുക്ക് ഏറ്റവും നമ്മളെ ജീവിതം അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ, മരണത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള രോഗങ്ങൾ വരെ നമ്മളെ കാർന്നു ചെയ്യുന്നുണ്ട്. നിരന്തരമായ ഉപയോഗം, കിടക്കുമ്പോഴും കട്ടിലേലാണേലും അല്ലെങ്കിൽ വായിക്കുമ്പോഴാണേലും പോക്കറ്റിലോ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നും ഈ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇതിൻ്റെ എപ്പോഴും നെറ്റ് കണക്ഷനും ലോകവുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ധാരാളം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്കറിയാം, ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ആരോഗ്യ പ്രശ്നം. അത് പ്രധാനമായിട്ടും ഫിസിക്കലായിട്ട് പറയുകയാണെങ്കിൽ റാപ്പിഡ് ഹാർട്ട് ബീറ്റ്, ഫോൺ കിട്ടിയില്ല, ഫോൺ കണ്ടില്ല, അല്ലെ ഫോൺ ചാർജ് ചെയ്യുന്നില്ല, ഫോണിൻ്റെ ബാറ്ററി ലോസ് ആകുന്നു, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നതാണ്. അത് നിരന്തരം ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ഫോണിനകത്തങ്ങ് അഡിക്റ്റായി കഴിയുമ്പോൾ നമ്മൾ മെൻ്റലി ഫിസിക്കലി നമ്മൾ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്ന ഫിസിക്കൽ പ്രോബ്ലംസ് ആണ് ഹാർട്ട് ബീറ്റ് കൂടുന്നു, അകാരണമായിട്ട് നമുക്ക് വിറയിലും ഒക്കെ ഉണ്ടാകുന്നു. ഈ ലഹരി തന്നെ അത് തന്നെ.
തലവേദന, കണ്ണുവേദന, വയറുവേദന, ഭയങ്കര പ്രശ്നം. ഈവൻ ക്യാൻസർ പോലും ഇന്ന് മൊബൈൽ ഫോണിന്റെ നിരന്തരമായ ഉപയോഗം കൊണ്ടുണ്ടാകുന്നുണ്ട്. കിഡ്നി പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ധാരാളം ഹെൽത്ത് ഇഷ്യൂസിന് കാരണമാകുന്ന, എന്നാൽ നമുക്ക് അനിവാര്യമായ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇന്നത്തെ അവസ്ഥയിലും ഒന്നാണ്. പക്ഷെ നിരന്തരമായ അമിതമായ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ് ധാരാളമാണ്. ഫിസിക്കൽ, സൈക്കോളജിക്കലായിട്ട് പറയുകയാണെങ്കിൽ ആൻസൈറ്റി, ഡിപ്രഷൻ, ഇറിറ്റബിലിറ്റി, നമുക്കറിയാം, നമ്മൾ കണ്ടതാണ് അല്ലേ. ബിഹേവിയറൽ ചേഞ്ചസ്, നമ്മുടെ സ്വഭാവത്തിന് തന്നെ ഒരു മാറ്റമുണ്ട്. ഇന്നലെ വരെ നല്ല സന്തോഷമായിട്ട് ചിരിച്ചും കളിച്ചു വരുന്ന കുഞ്ഞുങ്ങള് പെട്ടെന്ന് അവരുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നു. കൂട്ടുകൂടാൻ പോകുന്നില്ല, കൂട്ടുകാർക്ക് പോകുന്നില്ല. ഈവനിങ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫുഡും കഴിച്ചിട്ട് കളിക്കാൻ പോയിക്കൊണ്ടിരുന്നവർ ഇപ്പം കളിയില്ല കുഞ്ഞുങ്ങൾക്ക്. പണ്ടെന്താണ്, ഒന്നുകിൽ പന്ത് കളിക്കാൻ പോകും, അല്ലെ കോല് കളിക്കാൻ പോകും, ക്രിക്കറ്റ് കളിക്കാൻ പോയി. ഇപ്പം കുട്ടികൾ ആരും പോകുന്നില്ല, ഒരിടത്തും കളിയില്ല. നമ്മളാണ് കുഞ്ഞുങ്ങളെ വിടത്തില്ല, കാലേ മണ്ണ് പറ്റും. കാരണം പിന്നെ മറ്റു കുട്ടികളോട് ചേർന്ന് കൂട്ടുകൂടുകയാണെങ്കിൽ ചീത്തയാകും. പിന്നെ ലഹരിക്ക് അടിമപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ അവിടെ കാണും, അവരുടെ കമ്പനി ആയിക്കഴിഞ്ഞാൽ നമുക്ക് മോശമാകും, നമ്മൾ വിടുന്നുമില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ അറിയത്തില്ല, അവരുടെ കളിക്കാനുള്ള ടെൻഡൻസി, അവർക്ക് സ്നേഹം, ബന്ധങ്ങള് ഒന്നും അവർക്ക് കിട്ടുന്നില്ല. ഉള്ളി വരുന്ന എന്താണ്, അവരുടെ സ്വഭാവത്തിൽ തന്നെ ഒരു മാറ്റം വരികയാണ്. ദേഷ്യവും ഒരു വെറുപ്പും, എല്ലാവരോടും എന്തെങ്കിലും കാണുമ്പോൾ അവനൊരു നമ്മൾ എത്ര കെയർ കൊടുത്താലും ഒരു വ്യത്യസ്തമായ ഒരു മെന്റാലിറ്റിയിലേക്ക് അവർ പോകും. അത് ബിഹേവിയറൽ ചേഞ്ചസ് ആയിട്ട് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആണ്. അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് അക്കാഡമിക് ഹെൽത്ത് ഇഷ്യൂസ്. മിടുക്കനായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് സമൂഹത്തിൽ എല്ലാ കാര്യങ്ങളും ഇറങ്ങി പുറപ്പെട്ടിരുന്ന കുഞ്ഞാണ്. നമ്മുടെ വീട്ടിലെ തൊട്ടടുത്ത വീടുകളിലോ നമ്മുടെ സമൂഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇറങ്ങിച്ചെന്ന് ഈ വീട്ടിലൊരു കുഞ്ഞുണ്ടെങ്കിൽ അവൻ ചെന്ന് എല്ലാത്തും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഫോൺ കയ്യിലായപ്പോൾ അവന് സമൂഹമായിട്ടൊരു ബന്ധമില്ല, അച്ഛൻ വേണ്ട, അമ്മ വേണ്ട, ബന്ധുക്കൾ വേണ്ട, ആരുമായിട്ട് ഒരു റിലേഷനും ഇല്ല. പഠന നിലവാരം A+ വാങ്ങിയവർ താന്നു വന്നു, നിലവാരം കുറയുന്നു. രക്ഷകർത്താക്കൾ ഇന്ന് സ്കൂളിൽ ചെന്ന് പറയും, എൻ്റെ കുഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം നല്ല മാർക്ക് മേടിച്ച് SLCക്ക് നല്ല മാർക്ക് മേടിച്ചിട്ട് ഇന്ന സ്കൂളിൽ നിന്ന് ഇവിടെ കൊണ്ട് ചേർത്തതാണ്, ഇവിടെ ചേർത്തതിന് ശേഷമാണ് അവൻ മോശമായത്. ഞങ്ങളോട് പറയുന്നു, ഹയർ സെക്കൻഡറി വരുന്ന പല രക്ഷകർത്താക്കളും പറയുന്നതാണ്, A+ മേടിച്ച് വന്ന കുഞ്ഞാണ് അവൻ ഇവിടെ ഈ സ്കൂളിൽ വന്നതിന് ശേഷം മോശമായത്. പക്ഷെ A+ മേടിച്ചപ്പോൾ നിങ്ങൾ സന്തോഷസൂചകമായിട്ട് അവൻ എന്ത് കൊടുത്തു എന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ ഇരിക്കുന്ന ആ സാധനം നിങ്ങൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ, ഇപ്പം കോവിഡ് കാലഘട്ടം കഴിഞ്ഞപ്പോൾ നിങ്ങളത് വാങ്ങിച്ചു വെക്കൂ. ഇപ്പോൾ ഓൺലൈൻ പഠനമില്ല, ഓൺലൈൻ നോട്ട് കൊടുക്കുന്നില്ല. അപ്പൊ അതിന് നമ്മളൊരു കൺട്രോൾ ചെയ്യുന്നില്ല, നിരന്തരം സ്കൂളിൽ വന്ന് പരാതി പറയുകയാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം അടിക്കടി ചെക്ക് ചെയ്യണം. അവരുടെ മാർഗം എങ്ങനെയുണ്ട്, അവർ ക്ലാസ്സിൽ കൃത്യമായിട്ട് വരുന്നുണ്ടോ, പഠന നിലവാരം എങ്ങനെ ഉണ്ട്, അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്യണം. അപ്പൊ ഇതൊക്കെ ഫിസിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ ആൻഡ് അക്കാഡമിക് ഇഷ്യൂസ് എല്ലാം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. Avoidance behavior. Situations where phone use might be restricted, successfully meeting or social events, അല്ലേ. നല്ല രീതിയിൽ പിന്നെ പ്രോഗ്രാംസുകളിൽ അല്ലെങ്കിൽ പരിപാടികളിൽ മറ്റുള്ള മേഖലകളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്നവര് പെട്ടെന്ന് ഒരു വ്യത്യസ്ത ബിഹേവിയർ കാണിക്കുന്നു. പോകത്തില്ല, എനിക്ക് പോകണ്ട, ഒഴിവാകും, എനിക്കതിന് പോകുന്ന ഇഷ്ടമല്ല, എനിക്ക് അവിടെ ആ പ്രോഗ്രാം, കല്യാണത്തിന് വിളിച്ചാൽ പോലും ഇന്ന് പിള്ളേർ വരത്തില്ലേ, പിള്ളേർക്ക് കല്യാണത്തിന് പോകണ്ട. എവിടെയെങ്കിലും ഒന്ന് ബന്ധുക്കളുടെ വീട്ടിൽ പോകാൻ പറഞ്ഞാൽ അവർ വരത്തില്ല, അവർക്ക് വേണ്ട. വീട്ടിൽ ആരെങ്കിലും വന്നാലോ ഇന്ന് എഴുന്നേക്കാൻ പോലും കുഞ്ഞുങ്ങൾ മറന്നിരിക്കുക. പണ്ട് നമ്മൾ വീട്ടിൽ ആരെങ്കിലും മുതിർന്നവരാണേലും മുതിർന്നവരല്ലെങ്കിലും വീട്ടിൽ വന്ന് നമ്മൾ അറിയാതെ പൊങ്ങിപ്പോവും. ഇപ്പൊ അങ്ങനല്ല, എഴുന്നേക്കാൻ അവർക്ക് അറിയലാണ്, അവരെപ്പോഴും ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക ഇതിങ്ങനെ. പിന്നെങ്ങനെ, അപ്പൊ അതേ ഒരു അവസ്ഥയിലേക്ക് അവരുടെ ബിഹേവിയറൽ ചേഞ്ചസ്. ഇനി അതിനിടയ്ക്ക് ഒന്ന് മോനെ നീ ഇത് ആരാ വന്നേന്ന് കണ്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ദേഷ്യമായി, പിന്നെ അവൻ അവിടെ നിന്നിട്ട് അടുത്ത മുറിയിൽ പോകും. ആ ഒരു മെന്റാലിറ്റി, ഇത് നമ്മുടെ ഈ മൊബൈൽ ഫോൺ കൊണ്ടുണ്ടാകുന്ന വിപത്താണ്. ഇത് കൂടാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ അമിതമായ സ്ട്രെസ്സിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അമിതമായ സ്ട്രെസ്, അവർക്ക് എന്താണെന്നറിയില്ല. ഫോൺ കിട്ടിയില്ലെങ്കിലോ, ഫോൺ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലോ, ഫോണിന്റെ അമിതമായ ഉപയോഗം കൊണ്ട് അവർക്ക് ചെറിയ പ്രശ്നങ്ങൾ പോലും സോൾവ് ചെയ്യാൻ അറിയത്തില്ല. ചെറിയ ഇഷ്യൂ വരുമ്പോൾ എന്താണ്, ആത്മഹത്യ ചെയ്യുക.
അവർ ചെയ്യുന്ന പ്രോബ്ലം സോൾവ് ചെയ്യുന്ന അങ്ങനെയാണ്. എന്നാൽ അത് ഷെയർ ചെയ്ത് പണ്ടൊരു കാര്യമുണ്ട്, ബിഗ് ഫാമിലിയാണ്. അപ്പോൾ അവിടെ അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മാവൻ, അമ്മായി എല്ലാവരും ഉണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇവരെവിടെ പോയാലും എന്ത് ചെയ്താലും ധാരാളം കണ്ണുകൾ അവരിലേക്കുണ്ട്. ഇപ്പം അങ്ങനല്ല. അച്ഛനും അമ്മയുണ്ട്, 2 പിള്ളേരുണ്ടെങ്കിൽ അവരും. അച്ഛനും അമ്മയും ജോലിക്ക് പോകും. കുട്ടികൾ എന്ത് ചെയ്യും? അവര് സ്കൂളിൽ പോയിട്ട് വരുന്നു. ബാക്കിയുള്ള സമയം സെർവൻസ് ആണ്. അവർ കൊടുക്കുന്ന ഫുഡും കഴിച്ചോണ്ട് ഇവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഇവർക്കൊരു ചെറിയ പ്രശ്നം പോലും അവർക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല. അമിതമായ സ്ട്രെസ് വന്നിട്ട് അവര് ജീവിതം തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നവും അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രമാത്രം ഒരു വൈവിധ്യമായ അവസ്ഥയിലേക്ക് എത്തിയിട്ട് ഏതാണ്ട് വലിയ സംഭവം ഉണ്ടായ രീതിയിൽ അവരുടെ പ്രവൃത്തി ഇരിക്കും. അത് തന്നെത്താനെ നമുക്ക് സോൾവ് ചെയ്യാം. എല്ലാം നമ്മുടെ മനസ്സിന്റെ തോന്നലാണ്. ഇത് ഞാനൊന്ന് ഒഴിവാക്കി വെക്കാം. ഇത് കുറച്ച് ദിവസം കണ്ടിന്യൂസ് നമ്മളൊന്ന് ഉപയോഗിക്കാതിരുന്നാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റം വരത്തില്ലേ എന്ന് സ്വയം ചിന്തിക്കാൻ പോലും അല്ലേ അവൾക്ക് പറ്റുന്നില്ല. അത് സ്ട്രെസ് കൂടുകയും നമ്മുടെ കുരുന്നുകളെ തന്നെയല്ല, നമ്മുടെ സമൂഹത്തിനെ മുഴുവനായിട്ട് വിനാശത്തിലേക്ക് കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പം നമുക്ക് ഏതാനും സിംറ്റംസ് ആണ് ഞാനിവിടെ ഇന്നെടുത്തത്. വളരെ ദീർഘമായിട്ട് എടുക്കത്തക്കവണ്ണമുള്ള ഒരു ടോപ്പിക്കാണ്. ധാരാളം കാര്യങ്ങളുണ്ട്. പക്ഷെ വളരെ കുറച്ച് കാര്യങ്ങളെ ഇവിടെ പറഞ്ഞുള്ളൂ. അത് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? പ്രധാനമായും സിംറ്റംസിനെ കുറിച്ചാണ് പറഞ്ഞത്. സിംറ്റംസ് ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ അല്ലേ ഇന്നിവിടെ പറഞ്ഞത്? നമ്മുടെ ഫോൺ ഫാൻഡം വൈബ്രേഷൻ പറ്റി പറഞ്ഞു. ഫാൻഡം വൈബ്രേഷൻ, കോൺസ്റ്റന്റ്ലി ചെക്കിംഗ്, കോൺസ്റ്റന്റ് ചെക്കിംഗ് ഉണ്ട്. ഫീലിംഗ് ഡിസ്കണക്റ്റഡ്, ഫീലിംഗ് ഡിസ്കണക്റ്റഡ്, അവോയ്ഡൻസ് ബിഹേവിയർ, പിന്നെ ഇൻക്രീസ്ഡ് സ്റ്റഫ്, അവർക്ക് ആൻസൈറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഹെൽത്ത് ഇഷ്യൂസ്, ബിഹേവിയറൽ പ്രോബ്ലംസ്, ഹെൽത്ത് ഇഷ്യൂസ് ധാരാളം പറഞ്ഞു. ഫിസിക്കലും മെന്റലും സൈക്കോളജിക്കലും ഒക്കെ ആയിട്ടുള്ള ധാരാളം കാര്യം. അതാ മെന്റൽ എന്ന് പറഞ്ഞത്. ധാരാളം ഇഷ്യൂസ്, എഡ്യൂക്കേഷനിൽ സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ പരിമിതമായ സമയം കൊണ്ട് ഞാനിവിടെ ഇന്നത്തെ ഈ പ്രസന്റേഷൻ ഏകദേശം അവസാനിപ്പിക്കുകയാണ്. കൺക്ലൂഷനിലേക്ക് നമുക്ക് പോകാം. Take a short break from your mobile phone and make life beautiful. നമ്മുടെ മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തിന് വളരെ ഒരു ചുരുങ്ങിയമായിട്ട് നമ്മൾ ഒന്ന് മാറ്റി വെച്ചുകൂടെ? ഒരു ബ്രേക്ക് കൊടുത്തുകൂടെ? നമ്മുടെ ജീവിതം നമുക്ക് മനോഹരമാക്കാൻ സാധിക്കുമല്ലോ. അതെ, നമ്മുടെ ഈ പ്രകൃതിയും ഈ സൗന്ദര്യവും ഒന്നും നമ്മൾ അറിയുന്നില്ല. നമ്മുടെ സമൂഹത്തിന്റെ ആ കലപിലകള്, പ്രകൃതിയിലുള്ള സംഭവമാറ്റങ്ങള്, അതുപോലെ ബന്ധങ്ങള് ഒന്നും ആരും അറിയുന്നില്ല. കുട്ടികൾ കളിച്ചു തിരിച്ച് നടക്കുന്നില്ല. അവര് കൂട്ടുകൂടുന്നില്ല. ഷെയറിങ് മെന്റാലിറ്റി ഇല്ല. സമൂഹത്തിൽ നമ്മുടെ പ്രദേശത്ത് തന്നെ കാഴ്ചകൾ കാണാനുണ്ട്. അതൊന്നും അവർ ആസ്വദിക്കുന്നില്ല. പ്രകൃതിയെ പോലും വാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഈ ഫോൺ അല്പം ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഈ സ്ക്രീനിങ്ങിനുള്ള സമയം നമ്മുടെ പ്രകൃതിയിലേക്കും നമ്മുടെ ബന്ധങ്ങളിലേക്കും നമ്മുടെ മറ്റുള്ള ഹാപ്പിനെസ് കിട്ടുന്ന ആക്ടിവിറ്റീസിലേക്കും ഏതെങ്കിലും ഒരു എക്സ്ട്രാ നമ്മൾ ഈ നിരന്തരം ഇപ്പോൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ വേറൊരു എക്സ്ട്രാ ആക്ടിവിറ്റീസ് നമ്മൾ ആ സമയത്ത് ചെയ്യാമെന്ന് നോക്കിയേ. ഇപ്പോൾ എന്താണ് ടുബാക്കോ നിരന്തരം ഉപയോഗിക്കുന്നവർ അത് നിർത്തണം എന്ന് മനസ്സിലുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? എന്തെങ്കിലും ചോക്ലേറ്റ് ആ സമയത്ത് അവർക്ക് ടുബാക്കോ ഉപയോഗിക്കണം എന്ന് തോന്നുന്ന സമയത്ത് ചോക്ലേറ്റ് കഴിക്കും. ആ ടുബാക്കോയുടെ അത് പതുക്കെ അവർക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. അധികമൊന്നും നടക്കത്തില്ലെങ്കിലും വളരെ സ്ലോ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ ഈ മൊബൈല് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ വിപത്തുകൾ മനസ്സിലാക്കി അതിൽ നിന്നും ഇപ്പം കുട്ടികളാണെങ്കിൽ വിദ്യാഭ്യാസ നിലവാരം കുറയുന്നു, ബിഹേവിയറൽ ചേഞ്ചസ് വരുന്നു, ഹെൽത്ത് ഇഷ്യൂസ് വരുന്നു, ഒക്കെ വരുമ്പോൾ അവൻ ടോട്ടലി മാറുകയാണ്, സമൂഹത്തിൽ ഒറ്റപ്പെടുകയാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് തനിയെ തോന്നണം, നമുക്ക് തനിയെ തോന്നണം അല്പസമയം ഒന്ന് മാറ്റി വെക്കാം. ആ സമയത്ത് ഏതെങ്കിലും വേറൊരു ഹോബി ചെയ്യാം. ഒന്നുകിൽ കൃഷി ചെയ്യാം, പച്ചക്കറികളൊക്കെ നടാം, അല്ലെങ്കിൽ ഗാർഡനിങ് ചെയ്യാം,
അതല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഹോബീസിൽ അവരെ ഇപ്പം ധാരാളം കായിക മേളകളൊക്കെ നടക്കുന്ന സമയമാണ്. എല്ലാത്തിലും ആക്ടിവിറ്റീസിൽ പോയാലും അവർക്ക് ഗ്രേസ് മാർക്കുണ്ട്. അവർക്ക് A+ കിട്ടാത്തക്കോണം അവരെ തുല്യമാക്കുന്ന മാർക്ക് കിട്ടും. അപ്പം ഇതിനുള്ള ആക്ടിവിറ്റീസിലേക്ക് അവരെ മുഴുകിക്കണം. അതൊക്കെ നമുക്ക് ആസ്വദിക്കണം. നമ്മുടെ ബന്ധുക്കളെ നമുക്ക് ചേർത്ത് പിടിക്കണം. അവരുമായിട്ട് നമുക്കൊന്ന് എൻജോയ് ചെയ്യണം. സുഹൃത്തുക്കളുമായിട്ട് കളിച്ചു തിരിച്ച് നടക്കണം. സാമൂഹ്യ ബന്ധങ്ങൾക്ക് വില കൊടുക്കണം. അച്ഛനെയും അമ്മയെയും സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ അവരുമൊത്ത് സൗഹൃദ ബന്ധങ്ങൾ, അവരുമായിട്ട് ചിരിക്കുകയും വർത്താനം പറയുകയും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. ഉറങ്ങാൻ പോകുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. രാത്രിയിൽ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇത്ര സമയം വരത്തേക്ക് നമ്മൾ ഉപയോഗിക്കത്തില്ലെന്ന് കർശനമായിട്ട് നമ്മൾ തീരുമാനിക്കുക. അങ്ങനെ നമ്മുടെ പ്രകൃതിയും നമുക്ക് ദൈവം തന്നിരിക്കുന്ന, കനിഞ്ഞു തന്നിരിക്കുന്ന ഈ സൗഭാഗ്യങ്ങളും അത് ആസ്വദിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ടേക്ക് എ ഷോർട്ട് ബ്രേക്ക് ഫ്രം യുവർ മൊബൈൽ ഫോൺ ആൻഡ് മേക്ക് ലൈഫ് ബ്യൂട്ടിഫുൾ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. വളരെ മനോഹരമായൊരു സെഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ്. കുട്ടികൾക്കും പ്രായമുള്ളവർക്കൊക്കെ ഒരുപോലെ അഫക്റ്റഡ് ആകുന്ന ഒരു പ്രോബ്ലം. ഒരു സോഷ്യൽ കണക്ഷൻ കുറയുന്നു, നേച്ചറുമായിട്ടുള്ള കണക്ഷൻ കുറയുന്നു, അതുപോലെ നിയന്ത്രിക്കാനുള്ള ടൈം ലിമിറ്റ് കുറയ്ക്കാൻ പറ്റാതെ വരുന്നു, ഫിയർ, ആങ്സൈറ്റി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. സയൻറ്റിഫിക്കായിട്ട് പറയുമ്പോൾ നമ്മൾ ഹൈപ്പർ ആക്റ്റീവ് അമിഗ്ഡാല എന്നൊക്കെ നമ്മൾ പല രീതിയിൽ ഇതിനെ പറയാറുണ്ട്. വളരെ ചിന്തനീയമായ, ഒത്തിരിയും ചിന്തിക്കാൻ അവസരങ്ങൾ നൽകുന്ന ഒരു ടോക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ ടോക്കിൻ്റെ ഒരു വോട്ട് ഓഫ് താങ്ക്സ്, അല്ലെങ്കിൽ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഒരു ഒഫീഷ്യൽ വോട്ട് ഓഫ് താങ്ക്സ് എന്ന നിലയിൽ ഹസീന മാം വോട്ട് ഓഫ് താങ്ക്സ് പറയും. അതിനുശേഷം നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. കോട്ടയത്തിലെ ഗെസിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഹസീന മാം വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി വരുന്നു. ഹസീന മാം, യു ആർ വെൽക്കം. താങ്ക് യു സാർ. നമ്മുടെ ഇന്നത്തെ ഉണർവിന്റെ 2ാമത്തെ ദിവസമായ ഇന്ന് വളരെ പ്രസക്തമായ സമകാലിക വിഷയത്തെക്കുറിച്ച് തന്നെയാണ്. നമ്മളിൽ എല്ലാവരിലും ഉള്ളതും നമ്മുടെ കുട്ടികളിൽ വളരെയധികം ദോഷകരമായി ബാധിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് പോയത്. വളരെയധികം ചിന്തിക്കേണ്ടുന്ന ചോദ്യങ്ങൾ നമ്മിലേക്ക് ചോദ്യശരങ്ങൾ എഴുതുകൊണ്ടാണ് ഏവരും തന്നെ ഈ ക്ലാസ് കേൾക്കേണ്ടിയിരുന്നത് എന്നാണ് ഞാനും പറയുന്നത്. നാം നമ്മോട് തന്നെ പല ചോദ്യങ്ങളും ചോദിക്കാൻ ഈ ക്ലാസ്സിൽ നിന്ന് നമുക്ക് ചില പ്രചോദനങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് നമുക്ക് തുടക്കത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ നൽകിയ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ KCTA സ്റ്റേറ്റ് പ്രസിഡന്റായ ഡോക്ടർ മനോഹർലാൽ സാറിന് വളരെയധികം സ്നേഹത്തോടു കൂടി നന്ദി അർപ്പിക്കുന്നു. കൂടാതെ നമുക്ക് ഇത്രയും നല്ല ഒരു വിഷയത്തിൽ നോമോഫോബിയ എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഇതെന്തായിരുന്നു എന്നുള്ളൊരു ചിന്ത പലരിലും ചിലപ്പോൾ കടന്നു വന്നേക്കും. ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അതിന്റെ കാരണങ്ങളും ലക്ഷണങ്ങളും പരിഹാര മാർഗങ്ങളും, കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഏവർക്കും ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമ്മിൽ മാറ്റങ്ങൾ വരുത്താനും, ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാം വേണമെങ്കിൽ ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒരു ഡിജിറ്റൽ ഫാസ്റ്റിംഗ് നമുക്ക് ചെയ്തു നോക്കാം. അങ്ങനെ നമ്മുടെ കുട്ടികളെയും നമുക്ക് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനായി ശ്രമിക്കാം എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ നമ്മിലേക്ക് പകർന്നു തന്ന നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ ശ്രീകുമാരി ടീച്ചർ, റിട്ടയർഡ് HSST ടീച്ചർ ആയിരുന്നു. അതിന്റെ ആ ഒരു പ്രത്യേകത നമുക്ക് ആ ക്ലാസ്സിൽ കാണാനും സാധിച്ചു. അപ്പൊ ശ്രീകുമാരി മാമിന്റെ ക്ലാസ് വളരെയധികം മികച്ച ഒരു ക്ലാസ് ആയിരുന്നു. അപ്പൊ ആ ക്ലാസ് നമുക്ക് നൽകിയ ശ്രീകുമാരി മാമിന് വളരെയധികം സ്നേഹത്തോടു കൂടി നന്ദി അർപ്പിക്കുന്നു. ഈ ഒരു പ്രോഗ്രാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് നമ്മുടെ പ്രോഗ്രാം ഡയറക്ടറായ KCTA കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റായ സാബു സാറിന്റെ മികവുറ്റ ഒരു കോർഡിനേഷനിലൂടെയാണ്. അദ്ദേഹമാണ് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാനുള്ള ഒരു അവസരം തയ്യാറാക്കി തരുന്നതും നമ്മുടെ ട്രെയിനേഴ്സിന്റെ പോസ്റ്ററുകൾ ഉണ്ടാക്കുന്നതും തുടങ്ങി ഈ ഒരു കാര്യങ്ങളിലെല്ലാം മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സാബു സാറിനെയും ഈ അവസരത്തിൽ സ്നേഹത്തോടുകൂടി പ്രത്യേകമായ നന്ദി അർപ്പിക്കുന്നു. ഇനി നമ്മുടെ KCTA കോട്ടയം ജില്ല രൂപീകരിച്ച് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നത് തീർച്ചയായും നമ്മുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റായ ആനിയമ്മ മാമിന്റെ ഒരു സ്ഥിര സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. ദിവസേന
നമ്മളൊക്കെ ആഴ്ചയിൽ ഒരിക്കലാണ് ക്ലാസ് എങ്കിലും അതിനുവേണ്ടി ദിവസേന നാം പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ആഴ്ച, അടുത്ത ആഴ്ച, അതിനടുത്ത ആഴ്ച, അല്ലെങ്കിൽ 2 മാസങ്ങൾക്കുള്ള ക്ലാസ്സുകൾ നേരത്തെ റെഡിയാക്കി ട്രെയിനേഴ്സിനൊക്കെ റെഡിയാക്കി വോട്ട് ഓഫ് താങ്ക്സ് പറയാനും വെൽക്കം പറയാനും ഒക്കെ ആളുകളെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ആനിയമ്മ മാമും പ്രത്യേകം നന്ദി അർഹിക്കുന്നുണ്ട്. താങ്ക് യു മാം. സാധാരണ നമ്മുടെ ക്ലാസ്സുകളുടെ ഒരു എന്താ പറയാ, ഈ ക്ലാസ്സുകൾ എപ്പോഴും വിജയിക്കുന്നത് അത് കേൾക്കുന്ന പ്രേക്ഷകരാണ് അല്ലെ. ഈ പ്രേക്ഷകരില്ലെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മുടെ ഈ ഓഡിയൻസ് സ്ഥിരമായി നമുക്ക് ഇത്രയും 30 അല്ലെങ്കിൽ 40, 45, ഒരു 50 അടുത്ത ഓഡിയൻസ് നമുക്ക് സ്ഥിരമായി ക്ലാസ്സുകൾ കേൾക്കാനായി എത്തുന്നുണ്ട്. വളരെ മികച്ച ആളുകൾ, അതായത് കഴിവൊട്ടും കുറഞ്ഞവരല്ല നമ്മുടെ ഓഡിയൻസ്. വെറുതെ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ സമയം വെറുതെ പാഴാക്കാനോ ക്ലാസ് കേൾക്കാൻ വരുന്നതല്ല. എനിക്കും പുതുതായി എന്തെങ്കിലുമൊക്കെ പഠിക്കണം. ഈ സ്ഥിരമായ ലേണേഴ്സ് ആണ് നമ്മുടെ ഓഡിയൻസ്. അതുപോലെ തന്നെ അവരിൽ നിന്നും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മളെ നിരന്തരം സഹായിച്ചുകൊണ്ടിരിക്കുന്ന, ക്ലാസ് എടുത്തുകൊണ്ടും ക്ലാസ് കേട്ടുകൊണ്ടും അഭിപ്രായങ്ങൾ അറിയിച്ചുകൊണ്ടുമെല്ലാം ഡിസ്കഷനിൽ പങ്കെടുത്തുകൊണ്ടുമെല്ലാം നമ്മുടെ സ്ഥിര സാന്നിധ്യങ്ങളായ നമ്മുടെ സ്ഥിരം ഓഡിയൻസ് എല്ലാവർക്കും, ഇന്നത്തെ ക്ലാസ്സിൽ കയറിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരം ക്ലാസ്സുകളിൽ കയറാറുള്ള എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വസന മാം. വളരെ സന്തോഷം. തുടർന്ന് നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. നമുക്ക് മനോഹർ സാറിൽ നിന്ന് തന്നെ തുടങ്ങാം. സാർ. താങ്ക് യു സർ. ഇവിടെ ഇപ്പം നമ്മുടെ ഈ സിഗുവായി മാം വളരെ നല്ല രീതിയിൽ തന്നെ ക്ലാസ് എടുക്കുന്നുണ്ട്. വളരെ പ്രസക്തമായ ഒരു സബ്ജക്റ്റിനെ നേരത്തെ നമ്മൾ എല്ലാവരും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതില് പിന്നെ മൊബൈൽ അഡിക്ഷൻ എങ്ങനെ ഇല്ലാതാക്കാം ശ്രമിക്കാമെന്നുള്ളത് കൂടി അവർ ഭംഗ്യന്തരേന അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മള് മനുഷ്യർ തമ്മിൽ സംസാരിക്കുന്ന ഇത് വളരെ കുറയുകയാണ് ചെയ്തത് ഈ മൊബൈലൊക്കെ വന്നപ്പോൾ. നമ്മളെ വർത്തമാനം പറയുന്നത് വളരെ കുറയുന്ന രീതിയിൽ മറ്റു പ്രവർത്തനങ്ങള്, കലാപരമായ പ്രവർത്തനങ്ങള്, കായികമായ പ്രവർത്തനങ്ങളൊക്കെ വളരെ കുറഞ്ഞു വരിക. കുട്ടികളെ മാത്രം എടുക്കേണ്ട, ആരും എല്ലാവരും മറ്റുള്ള ആക്ടിവിറ്റീസ് ഒക്കെ. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ കൂടിയിരിക്കുന്ന സംസാരിക്കുന്ന സമയത്ത് പോലും ആളുകൾ മൊബൈൽ ധാരാളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോ ഇത് നമ്മളെ മൊബൈല് നമ്മളെ വേണ്ടാന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വേണ്ടാന്നോ അഭിപ്രായമൊന്നുമില്ല. അതൊക്കെ ആവശ്യമാണ്. അതിന് റെസ്ട്രിക്റ്റഡ് യൂസ്, അതിന് നമ്മുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ സയന്റിഫിക് ആയിട്ട് പല കാര്യങ്ങളും ഇവർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ തലച്ചോറിന് തകരാറ് വരുന്നത്, കണ്ണിന് തകരാറ് വരുന്ന വലിയൊരു പ്രയാസമുള്ള കാര്യമാണ്. നിരന്തരമായിട്ട് മൊബൈലിന്റെ മുന്നിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കണ്ണിനെ അടിച്ചു പോകും. കണ്ണിന്റെ വല്ലാത്തൊരു കുഴപ്പം വരുന്ന, കാഴ്ചശക്തിയൊക്കെ വളരെയധികം ആൾക്കാർ കുറഞ്ഞിട്ടുണ്ട്. പലരും ഇതിന്റെ മുന്നിൽ വല്ലാതെ ഇരുന്നിട്ട് അവരെ കാഴ്ചശക്തി കുറഞ്ഞതൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകൾ ധാരാളം ഉണ്ട്. ഇതിപ്പോ വളരെ നമ്മുടെ സമൂഹത്തിൽ ചർച്ചാ വിഷയമാക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. ഇവരെ ഇപ്പൊ നേരത്തെ ഹസീന മാം ഒക്കെ പറഞ്ഞ മാതിരി ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് നമ്മളിങ്ങനെ മൊബൈലിന് അഡിക്റ്റ് ആവുന്നു, എന്തുകൊണ്ട് നമ്മളൊരു അഡിക്ഷനിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് നമുക്ക് ഇതിലിപ്പോ ആരും കുറ്റം പറഞ്ഞ കാര്യമില്ല. അതൊരു നമ്മളൊരു ബ്രെയിനിന്റെ ഒരു പറ്റിക്കലാണ് ശരിക്കും. നമ്മൾക്കൊരു സന്തോഷം ഉണ്ടാവുന്ന സംഗതിയിലേക്ക് നമ്മൾ നീങ്ങിപ്പോവും. അത് ലഹരി ആയാലും മൊബൈലായാലും ബിരിയാണി ആയാലും നെയ്ച്ചോറായാലും ഒക്കെ സദ്യ ആയാലും ഒക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യത്തിലേക്ക് നമ്മളിങ്ങനെ നീങ്ങിപ്പോവും. അത് നമ്മുടെ ബ്രെയിനിന്റെ റിവാർഡ് സിസ്റ്റമാണ്. അപ്പൊ അങ്ങനെ അത് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കഴിവാണ്. നമ്മളെ എങ്ങനെ ലിമിറ്റ് ചെയ്യുന്നു, കാര്യങ്ങളെ എങ്ങനെ ഒതുക്കുന്നു എന്നത് വലിയ നമ്മുടെ ഒരു മനഃശാസ്ത്രപരമായ സമീപനം അതിൽ വേണം. അപ്പൊ അത് കുട്ടികളുടെ അത് ചെറുപ്പത്തിൽ തന്നെ നമ്മളെ എക്യൂപ്പ് ചെയ്ത് കൊണ്ടുവരണം. നമ്മൾ അങ്ങനെ കുട്ടികളെ വളർത്തി കൊണ്ടുവരണം. അത് നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാം വരുമ്പോൾ അതിന്റെ അടിയിലേക്ക് വരുന്നത് നമ്മളെ കുട്ടികളെ വളർത്തുന്ന രീതി തന്നെയാണ്. എവിടെ നിയന്ത്രിക്കാം, എങ്ങനെ നിയന്ത്രിക്കാം, എങ്ങനെ ചെയ്യാം, ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കണം. പക്ഷെ നമ്മള് ഇതില് പഠനം ഒരു ബോറാവുമ്പോൾ കുട്ടികൾ ചിലപ്പോ അങ്ങനെ പറയാറുണ്ട്. എനിക്ക് എപ്പോഴും പഠിക്കാന്ന് വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയാ, അച്ഛനും അമ്മയും ഇങ്ങനെ പറയുമ്പോൾ പഠനം ഒരു ബോറാവുമ്പോഴാണ് ഞാൻ ഈ മൊബൈൽ എടുക്കുന്ന ഒരു കുട്ടീനോട് പറഞ്ഞു. പഠനം എന്തുകൊണ്ട് ബോറാവുന്നു, അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. പഠനം ഒരു ബോറാവേണ്ട ഒരു വിരസമായ ഒരു സബ്ജക്റ്റ് അല്ല. പഠിക്കുന്നത് എന്നുള്ള ബോധത്തോടെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്ന അധ്യാപകർ ഇവിടെ വേണം. പഠനം ഒരു രസകരമായ ഒരു സബ്ജക്റ്റാണ്.
പഠനം ഒരു എന്താ പറയുക, പഠനം ഒരു പാൽപ്പായസം പോലെയാണ് എന്നുള്ള രീതിയിൽ കുട്ടികളിൽ നമ്മൾ കൊണ്ടുവരണം, ചിന്തകൾ ഉണർത്തണം. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമുക്ക് പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ തന്നെ പറയാനില്ല. ഞാനിപ്പോൾ ഈ ഒരു ക്ലാസ് നല്ല രീതിയിൽ ഇവിടെ നടത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പ്രസക്തമായ ഒരു വിഷയമാണ്. നല്ല രീതിയിൽ തന്നെ ശ്രീമാലി മാം അവിടെ അവതരിപ്പിച്ചു വന്നതിൽ മാമിനെ ഞാൻ അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു സാർ. പോൾ പടയാട്ടൻ സാർ ഉണ്ടോ? പോൾ സാർ കേൾക്കാമോ? പോൾ സാർ റെഡി ആണെങ്കിൽ പറയും, അല്ലെങ്കിൽ ഉലയനൻ സാറിലേക്ക് പോകാം. ഉലയനൻ സാർ, ഉലയനൻ സാർ കേൾക്കുന്നില്ലേ? വിജയരാമൻ സാർ? ഓക്കെ, കേൾക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം, കേൾക്കാം. വളരെ നല്ലൊരു വിഷയം എടുത്തിട്ട് നന്നായിട്ട് പറഞ്ഞു കാര്യങ്ങള്. സത്യം പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്കും ഉണ്ട് സംശയം തോന്നേണ്ട കാര്യമാണ്. ഒരിക്കൽ നമുക്കിപ്പോ നമ്മുടെ മൊബൈല് കേടായിപ്പോയി എന്ന് വെച്ചോളൂ. ആ സമയത്ത് തന്നെ നമ്മള് അനുഭവിക്കുന്ന വേവലാതി ഒരുപാട് ആയിരിക്കുമല്ലോ. കാരണം നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് ഈ ഉപകരണം. പിന്നീട് ഇതുപോലെ തന്നെ അഡിക്ഷൻ കുട്ടികളിലേക്ക് ഇത് പോകുമ്പോഴാണ് പ്രശ്നമാകുന്നത്. നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമെങ്കിൽ തന്നെ കുട്ടികളിലേക്ക് ഇത് പോകുമ്പോൾ അവരുടെ അഡിക്ഷൻ മാറ്റി ബിഹേവിയർ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് മാറിയിട്ട് അവരുടെ ഭാവി നശിക്കുന്ന ഒരവസ്ഥ. അത് ശരിക്കും ഒരു ഇത് മെന്റൽ ഹെൽത്ത് പ്രോബ്ലം, അതുപോലെ അവരുടെ ബിഹേവിയർ പ്രോബ്ലം ആയിട്ട് മാറുമ്പോൾ ഉള്ള കാര്യമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാക്കാറുള്ളത്. അപ്പോ പേരൻസിന്റെ ശ്രദ്ധ തന്നെയാണ് ഇതിനൊരു പോംവഴിയുള്ളത്. ആ രീതിയിലേക്ക് ക്ലാസ് വളരെ നന്നായിട്ട് എഫക്റ്റീവായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കേണ്ട രീതിയിൽ മാം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ക്ലാസിന്റെ വിജയം. കാരണം ഇത് കേൾക്കുന്ന ഒരു പാരന്റിന് ഇത്രത്തോളം ആണ് ഈ പ്രശ്നങ്ങൾ, ഈ നോമോഫോബിയ എന്നൊക്കെ, അതും മാത്രമല്ലല്ലോ, ഇത് ഒരുപാടുണ്ടല്ലോ. അഡിക്ഷൻ്റെ ഇതിലോട്ട് പോവുകയാണെങ്കിൽ അതിലും ഗുരുതരമായിട്ടുണ്ടല്ലോ. പിന്നീട് CBT, എക്സ്പോഷർ തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വലിയ ചികിത്സാ പദ്ധതികൾ വഴി അത് മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനത്തെ രീതിയിലേക്കാണ് പോകുന്നത്. ഞാൻ പറയുന്ന നോമോഫോബിക്ക് തന്നെ ഈ വക കാര്യങ്ങളൊക്കെ വേണമെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോ ഇതൊരു വലിയ പ്രശ്നമാണ്. ആ വലിയ പ്രശ്നത്തിനെ വളരെ ചെറുതാക്കിയിട്ട് മാം കേൾക്കുന്ന ഒരു പാരന്റിന് ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ മാം അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പേരൻസ് ഉൾക്കൊള്ളും ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, വളരെ നന്നായി മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ഉലയനൻ സാർ കേൾക്കാമോ? സാറേ, എന്നെ കേൾക്കാവോ? കേൾക്കാം, കേൾക്കാം. യെസ്. ഇന്ന് വീണ്ടും തിരക്കുകൾക്കിടയിൽ നോമോഫോമിയ എന്ന ആ ഒരു വിഷയം കേട്ടതുകൊണ്ട് തിരക്കങ്ങ് മാറ്റി വെച്ചിട്ട് കയറിയതാണ്. ഈ KCCTA ഈ പ്ലാറ്റ്ഫോമിൽ, ഇപ്പോൾ സാറിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ ഇവിടെ കിട്ടിയ ക്ലാസ്സുകളൊക്കെ അതിഗംഭീരമായി. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിനെ സംബന്ധിച്ച പ്രത്യേകത, ഇപ്പം നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മൊബൈലാണ്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിലൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതിനേക്കാളേറെ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക എന്നുള്ള ഒരു തത്വം നമ്മുടെ തലയിലേക്ക് കയറ്റുക. അങ്ങനെ കയറ്റുമ്പോൾ കുട്ടികളോട് നോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഫോൺ എടുത്തവർ എറിഞ്ഞ് പൊട്ടിക്കും. അപ്പനും അമ്മയ്ക്കും ഉപയോഗിക്കാൻ, ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലേ? ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നു. ഈ ചോദ്യങ്ങളൊക്കെ അവരോട് തന്നെ ചോദിച്ച് പ്രിപ്പയർ ആയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എൻ്റെ മൂത്ത മകൻ്റെ മോൻ ഇപ്പോൾ 5ാം ക്ലാസ്സിലാണ്. അവനോട് ചോദിച്ചിട്ടാണ് പലപ്പോഴും ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. എൻ്റെ തലയിൽ ഇപ്പോൾ സെറ്റ് ചെയ്തതില്ല. അപ്പോൾ അവനൊരു പുതിയ കളിയുമായിട്ടാണ്, കളിയുടെ പേര് എനിക്കറിയില്ല, കുട്ടികളുടെ കളിയാണ്. അവൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫോൺ ആവശ്യപ്പെടുന്നുണ്ട്, ഞാൻ കൊടുക്കുന്നുണ്ട്. ആദ്യകാലത്തൊക്കെ കൊടുത്തപ്പോൾ അവൻ ചില വിഷയമൊക്കെ കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അവനൊരു പ്രത്യേക കളി തന്നെയാണ് കളിക്കുന്നത്. അപ്പോ മോളോട് ചോദിച്ചു, എന്താണ് ഇതിൻ്റെ? അപ്പം അച്ഛാ, ആ കളി കൊടുക്കണ്ട, അത് ശരിയല്ല. പല ചാപ്റ്ററുകളിലുണ്ടത്.
ബ്ലാക്ക് ചാപ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ ഹൈലി അഡിക്റ്റഡ് ആക്കുന്ന ഒരു സ്വഭാവ രീതിയാണ് അത്. ബ്ലൂ വെയിലായിരുന്നു ആദ്യകാലത്ത്. അവനത് ആ സമയത്തൊന്നും അവന് കളിയില്ല. അന്ന് ബ്ലൂ വെയിലിനെതിരായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷെ എൻ്റെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു വെയിൽ വന്ന് കയറിയത് അറിയാൻ ഞാൻ വൈകി എന്നർത്ഥം. അപ്പൊ ഇന്ന് അവൻ എന്നേക്കാൾ നന്നായിട്ട് സംസാരിക്കുന്നു. ഇവിടെ എന്താണ് പ്രശ്നം എന്ന് എന്നോട് തിരിച്ചു ചോദിക്കുക. ഞാനിത് കണ്ടു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ധാരാളം സൈഡ് ഇഫക്ട്സ് ഉണ്ട് അതിനകത്ത്, നമ്മളെ ബുള്ളിയിങ് ഉണ്ട്. ഞാൻ അതിലും ചെന്ന് പെടില്ലച്ചാ, അത്ര കൃത്യമായിട്ടാണ് അവൻ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു മോനെ, ഒരു 18 വയസ്സൊക്കെ കഴിയുമ്പോൾ നമുക്ക് ചെറിയ തീരുമാനം എടുക്കാനൊക്കെ കഴിയും. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ നിന്റെ മനസ്സിലേക്ക് കയറി വരുന്ന അത് വീണ്ടും വീണ്ടും കളിക്കണമെന്നുള്ളതാണ്. ഈ സന്തോഷ ഹോർമോൺ ഉണ്ടല്ലോ, ഡോപ്പമൈൻ, അവനാണ് ഇവരെ അങ്ങോട്ട് കയറ്റി കൊണ്ടുപോകുന്നത്. ആസക്തിയിലേക്ക് എത്തുമ്പോൾ മാത്രമായിരിക്കും ചിലപ്പോൾ നമ്മളത് അറിയുന്നത്. അമ്മ ആഹാരം വിളമ്പി കൊടുത്തു, കഴിക്കാൻ കൈ വെച്ചുകൊണ്ട് തന്നെ, അത് എടുക്കാതെ തന്നെ അതിങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഇത് കണ്ടുകൊണ്ടേയിരിക്കുന്നു. അത്രയും രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ അവനോട് പറഞ്ഞു, മോനെ, നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മളല്ല, അതിനറ്റത്തി നിന്റെ ആവേശം എന്തെന്ന് മനസ്സിലാക്കി നിനക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. നമ്മൾ അറിയാതെ അതിലേക്ക് വീഴും. ഇപ്പൊ ഇന്ന് അതിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ക്ലാസ് വീണ്ടും ഞാൻ കേട്ടത്, നോമോഫോബിയ. ഫോണില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ആലോചിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഞാൻ നിർത്തുകയാണ്. നല്ല രീതിയിലൊരു ക്ലാസ് ആയിരുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു. ഒരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഒരു അമ്മ കൂടിയാണ്, അമ്മയാണ് നമുക്കിന്ന് ക്ലാസ് എടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷം അറിയിക്കുന്നു. ഒത്തിരി നന്ദി മാം. താങ്ക് യു. താങ്ക് യു സാർ. റോയ് സാർ, പോൾ സാർ വന്നോ? പോൾ സാർ കേൾക്കുന്നുണ്ടോ? റോയ് സാർ. യെസ്. പോൾ സാർ പറയും. വളരെ കാലികമായിട്ടുള്ള ഒരു വിഷയമായിരുന്നു. അത് വളരെ ഭംഗിയായിട്ട് ടീച്ചർ അവതരിപ്പിച്ചു. ഈ പറഞ്ഞ പോലെ സമയം നോക്കാൻ ഫോൺ തുറന്നു, ഫോൺ നോക്കി സമയം പോയതറിഞ്ഞില്ല എന്ന അവസ്ഥ നമുക്കെല്ലാവർക്കും വളരെയധികം പരിചയമുണ്ട്. അപ്പോ കുട്ടികളല്ല കുറ്റക്കാര്, നമ്മൾ മാതൃകയാകുന്ന മാതാപിതാക്കളും മുതിർന്നവരും തന്നെയാണ് കുട്ടികളെ ഈ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. അതിൻ്റെ റിസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള യൂസ് ഫലം തരുമെന്ന് ടീച്ചർ പറഞ്ഞ കാര്യം വളരെ സത്യമാണ്. അതാണ് അതിൻ്റെ അകത്ത് ചെയ്യേണ്ടതെന്ന് മാത്രമേ എനിക്കിന്ന് പറയാനുള്ളൂ. നമ്മൾ കൺട്രോളിൽ എത്തുക എന്നുള്ളതാണ് അത്യാവശ്യ വിഷയം. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു. ബാബു സാർ ഉണ്ടോ? ബാബു സാർ. മൊബൈൽ ഫോൺ ദുരുപയോഗം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ദൂഷ്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത്. ടീച്ചർ നല്ലൊരു സബ്ജക്റ്റ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. പ്രത്യേകിച്ചും ഇതിൻ്റെ ശീർഷകം, മൊബൈൽ അഡിക്ഷൻ എന്നുള്ള ഒരു ടൈറ്റിലല്ല ടീച്ചർ നൽകിയത്, നോബോഫോബിയ എന്നൊരു ശീർഷകമാണ് നൽകിയത്. ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് മാനുവലിൽ ഇത് ഫോബിയയുടെ കൂട്ടത്തിലാണ് വരുന്നത്. അതായത് ഫോബിയ ഫോർ എ പർട്ടിക്കുലർ ഓർ സ്പെഷ്യൽ തിങ് എന്നാണ് പറയുന്നത്. ഇത് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ ആയിട്ടൊന്നും ഒഫീഷ്യലായിട്ട് ആരും പറയുന്നില്ല. പക്ഷേ ഇത് ആസക്തി കൂടുതലുണ്ടാക്കുന്നു. അങ്ങനെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾ സഹിതം ടീച്ചർ വിദഗ്ധമായി അവതരിപ്പിച്ചു. ഒരു കവിതയിലൊക്കെ തുടങ്ങി, അതുപോലെ തന്നെ സ്വന്തം അനുഭവങ്ങളൊക്കെ പറഞ്ഞു, സ്ലൈഡൊക്കെ കാണിച്ചു. അങ്ങനെ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറയാവുന്ന വിധത്തിൽ ടീച്ചർ ഈ സബ്ജക്റ്റ് കൈകാര്യം ചെയ്തു. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സാർ. വേണുഗോപാൽ സാർ. ഇവിടെ ചിന്തിക്കേണ്ട കാര്യം, മൊബൈലിൽ ഇന്നത്തെ സാങ്കേതികത്വം ഒരുപാട് വളർന്നതുകൊണ്ട് മൊബൈലിന്റെ യൂസേജും വർദ്ധിച്ചിട്ടുണ്ട്.
ഇവിടെ ഇപ്പം കുട്ടികൾ മിസ്യൂസ് ചെയ്യുന്നുള്ളതാണ് സത്യം. രക്ഷിതാക്കൾ മൊബൈൽ യൂസേജിനെ പറ്റി നല്ല രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം, തെറ്റായ പ്രവണതകൾ എങ്ങനെ വിട്ടു നിൽക്കാൻ എന്നുള്ള കാര്യങ്ങളെ പറ്റി ഒരു കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ചിന്ത രക്ഷിതാക്കൾക്കുണ്ടാവണം. അതുപോലെ തന്നെ സ്കൂളിലാണെങ്കിലും കുട്ടികൾക്ക് അധ്യാപകരിൽ നിന്നും മൊബൈലിന്റെ തെറ്റായ ഉപയോഗത്തെ പറ്റിയുള്ള ഒരു പഠനം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് കുട്ടികൾ തോന്നിയ പോലെ ചെയ്യുകയാണ് മൊബൈൽ. ഇപ്പം വീട്ടിലെ കാര്യങ്ങളിൽ ചിന്തിക്കുകയാണെങ്കിൽ കുട്ടികൾ ചെറുപ്പം തന്നെ കണ്ടു വളരുന്നത് അച്ഛനും അമ്മയും മൊബൈൽ ഉപയോഗിക്കുന്നതാണ്, വളരെ ചെറുപ്പത്തിൽ തന്നെ. അത് മാത്രമല്ല, കുട്ടികൾ 2 വയസ്സ് 2.5 വയസ്സ് ഒക്കെ പ്രായമാകുന്ന അവസരത്തിൽ കുട്ടികൾ ചാടിയും പിടിക്കുമ്പോഴും കുട്ടികൾ ബഹളം വെക്കുമ്പോഴും കുട്ടികളെ അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് മൊബൈൽ കൈ കൊടുക്കുന്നൊരു പ്രവണതയുണ്ട് വീട്ടിൽ. അതൊരു തെറ്റായ പ്രവണതയാണ്. കുട്ടികൾ ചെറുപ്പത്തിലെ ഇത് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് മൊബൈൽ എന്ന് കുട്ടികൾ മനസ്സിലാക്കിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മൊബൈൽ ഏത് രീതിയിൽ യൂസ് ചെയ്യണം, ഇപ്പം പഠനകാര്യങ്ങൾക്ക് മൊബൈൽ യൂസ് ചെയ്യാം. ഇന്റർനെറ്റ് ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ട്. പിന്നെ മൊബൈൽ ഒരുപാട് മറ്റു കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഗൂഗിൾ പേ ചെയ്യാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഇപ്പം ചില കുട്ടികൾ മൊബൈൽ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ദോഷമില്ല. പക്ഷേ ഇവിടെ കുട്ടികൾ നല്ലൊരു ഉപദേശം കുട്ടികൾക്ക് കിട്ടാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് കുട്ടികൾ അത് മിസ്യൂസ് ചെയ്യുന്നത് പതിവ്. അത് രക്ഷിതാക്കളിൽ നിന്ന് വേണം. രക്ഷിതാക്കൾക്കും അതിൽ പങ്കുണ്ട്, അധ്യാപകന്മാർക്കും പങ്കുണ്ട്. അപ്പം ഇങ്ങനെ രക്ഷിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും നല്ല ഉപദേശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ കുട്ടികൾ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്വന്തമായിട്ട് കുട്ടികൾ ഇതിനെ തീരുമാനമെടുക്കുകയാണ് മൊബൈൽ. പിന്നെ മറ്റൊന്ന്, കുട്ടികൾ ആരും നിയന്ത്രിക്കുന്നില്ല എന്നുള്ളതാണ്. നിയന്ത്രിക്കാതെ കുട്ടികൾ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ട് ആരും ഇഷ്ടപ്പെടില്ല. അധ്യാപകർ പറയുന്നില്ല, രക്ഷിതാക്കൾ പറയുന്നില്ല. ഇത് പാടില്ല. ശരിക്കും ടീച്ചറോട് പറഞ്ഞ മാതിരി നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ വന്നാൽ മാത്രമേ ഈ തെറ്റായ രീതിയിലുള്ള ഉപയോഗം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം നല്ല കാര്യങ്ങൾക്ക് മൊബൈൽ യൂസ് ചെയ്യാം, മൊബൈൽ ആവശ്യമാണ്. ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ പഠന ആവശ്യത്തിന് വേണ്ടി മൊബൈൽ യൂസ് ചെയ്യുകയുണ്ടായി. രക്ഷിതാക്കൾ വാങ്ങിക്കൊടുക്കുകയായി മൊബൈൽ. പക്ഷെ അത് ഒരു അർത്ഥത്തിൽ അതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, കോവിഡ് കാലം കഴിഞ്ഞുകൂടി കുട്ടികൾ മൊബൈലിനോടുള്ള ആർത്തി കൂടി വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു തെറ്റായ വശം. നല്ല കാര്യങ്ങളിലാണ് മൊബൈൽ വാങ്ങിക്കൊടുത്തെങ്കിലും ഈ കോവിഡ് കഴിഞ്ഞുകൂടി കുട്ടികൾ സ്ഥിരം ഉപയോഗിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ്. അപ്പം അതുവരെ മൊബൈൽ ഉപയോഗിച്ച കുട്ടികളെ പിന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അതൊക്കെയാണ് സാഹചര്യങ്ങൾ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അതുകൊണ്ട് രക്ഷിതാക്കൾക്കും പങ്കുണ്ട്, അധ്യാപകരും ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇതിൻ്റെ ദൂഷ്യവശങ്ങളെപ്പറ്റി പറഞ്ഞ് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്താൽ ഒരു പരിധിവരെ ഇതിൽ നിന്ന് തെറ്റായ ഉപയോഗത്തിൽ നിന്നും കുട്ടികളെ രക്ഷിക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു. ഉറങ്ങിക്കിടക്കുന്ന ഒരു കൊച്ചിൻ്റെ മൊബൈൽ ഉപയോഗമാണത്. എത്ര സിവിയർ ആണല്ലേ. ഓക്കെ, രമാവതി മാം. സാറേ, ക്ലാസ് കേൾക്കാൻ പറ്റില്ല. സംഭവം എന്ന് പറഞ്ഞാല് ഇതെന്താ സബ്ജക്റ്റ് എന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ആനിയ മാം ജോർജിന്റെ ക്ലാസ് ഞാൻ കേട്ടോളാം. വളരെയധികം നല്ല എന്താ പറയണ്ടേ, ഇപ്പൊ കാലിക പ്രാധാന്യമുള്ള സംഭവമാണ് മാഡം ക്ലാസ് എടുത്തിട്ടുണ്ടാവുക. എന്തായാലും പിന്നെ അതിൽ ഒരു പരിധി വരെ എനിക്ക് പാരൻസ് എന്ന് പറയുമ്പോൾ അതിൽ അമ്മമാരെയാണ് കുറ്റപ്പെടുത്താനുള്ളത്. കുറ്റപ്പെടുത്തുക തന്നെ ചെയ്യും ഞാൻ. എന്താ പറഞ്ഞാല്, ഞാൻ സാധാരണ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധയിൽപ്പെടുന്നതും ചില വീടുകളിലെല്ലാം പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ആ കുട്ടീൻ്റെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് ഉരുള ഉരുട്ടിയിട്ട് വായിലിട്ട് കൊടുക്കുന്ന അമ്മമാരാണ്. അത് പിന്നെ സ്ഥിരം പരിപാടിയായിട്ട് ഇവരെ മൊബൈൽ അമ്മ വണ്ടിയിലെല്ലാം പോകുമ്പോൾ അമ്മക്കൊരു മൊബൈല് കുട്ടിക്കൊരു മൊബൈല്. പണ്ടെല്ലാം നമ്മൾ
ഇതാ ബാബയെ കണ്ടു, ആ വിൻഡോയിലെ കാണിച്ചിട്ട് ആ അമ്പാനെ കണ്ടോ, ആ പിന്നെ അവിടെ ഇത് കണ്ടോ, തോണി കണ്ടോ എന്നെല്ലാം പറയുന്നതിന് പകരം ഇപ്പൊ കുട്ടി ലോകം എന്താണെന്ന് അറിയുന്നില്ല. ഇത് മാത്രമേ കുട്ടീന്റെ കയ്യിലുള്ളൂ. അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടാവും, പക്ഷെ ഇതിന്റെ ടെക്നിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാത്ത അമ്മമാര്, എടാ ചെറുക്ക ഇതൊന്നും നോക്കിയ മോനെ, അപ്പൊ അവൻ ഇതൊക്കെ എങ്ങനെയെങ്കിലും പഠിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും ഏട്ടമ്പാവന്മാരോട്. അപ്പൊ എനക്കൊന്നും അറിയുന്നില്ല. അപ്പൊ നമ്മളെ നാട്ടിൽ പറയാം എനക്കൊന്നും അറിയുന്നില്ലപ്പ, പക്ഷെ എന്റെ ചെക്കനെല്ലാം അറിയാം, ഓനെന്നെ ഇതെല്ലാം കൈകാര്യം ചെയ്യല്. അപ്പം എന്തായാലും കുട്ടി അതിന്റെ അഡിക്റ്റ് ആവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ചിലവർക്ക് അതിയായിട്ടുള്ള മോഹമായിരിക്കും. പെൺകുട്ടിക്കാണെങ്കിലും ഒരു SSLC എത്തുന്ന കുട്ടിക്ക് ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ടിന് ഒരു മൊബൈൽ കൊടുക്കുമ്പോൾ പ്രേമം തുടങ്ങും. പിന്നെ ഈ മൊബൈൽ കൊടുത്തിട്ട് ഒരു കുട്ടി പറഞ്ഞാന്നോലും, എന്റെ ചേച്ചി എപ്പോഴും ഉറക്കത്ത് ബെഡ്ഷീറ്റിനുള്ളിൽ നിന്ന് സംസാരിക്കാറുണ്ട് ഉറക്കത്തുനിന്ന്. അപ്പോഴത്തേക്ക് ഈ ബെഡ്ഷീറ്റിനുള്ളിൽ ഈ സംഭവം വെച്ചിട്ടാണ് സംസാരിക്കാറ്. അതുപോലെ ഒരു ഇത് നമ്മുടെ നാട്ടിൽ ഈ ഇത് പെയിന്റിങ് തൊഴിലാളി ഉണ്ടായിരുന്നു. അപ്പൊ അവന് ജോലിയെല്ലാം കിട്ടിയിട്ട്, ജോലി മീൻസ് ഒരു പഠിത്തം നിർത്തിയിട്ട് +2 കഴിഞ്ഞാൽ ജോലിക്ക് പോയിട്ടാകുമ്പോ ഇവനൊരു മൊബൈൽ വാങ്ങിച്ചു. അപ്പൊ അച്ഛന്റെ പരാതി, എടാ നീ ഒന്നും നമ്മളെ വീട്ടിൽ നിന്ന് ഒന്നും പിന്നെ നമ്മളോട് സംസാരിക്കുന്നില്ല. അപ്പൊ അവന് തോന്നി അച്ഛനൊരു മൊബൈൽ മേടിച്ചു കൊടുത്തു. അപ്പൊ അച്ഛന്റെ പരാതി അങ്ങ് തീർന്നു. പിന്നെ അമ്മക്കായി പരാതി. അപ്പൊ അമ്മക്ക് ആ സാധാരണയുള്ള മൊബൈൽ, പിന്നെ ഇതൊന്നും എനിക്ക് പറഞ്ഞാടാന്ന് പറഞ്ഞ് 3 കൂടി ആ വീട്ടിൽ മൊബൈലിൽ കളിക്കലായി. അപ്പൊ ഇതാണ് ലോകം. അപ്പം തമ്മിൽ സംസാരമില്ല. ഇപ്പൊ അധികം ഞാൻ സങ്കടപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഒരു മരണ വീട്ടിൽ പോയാല് മൊബൈൽ കളിക്കാനുള്ള ഒരു റൂം പോലെയാണ് കുട്ടികൾക്ക്. ഇപ്പം ഓസ്ട്രേലിയ നിന്നും UK നിന്നെല്ലാം കുട്ടികൾ വന്നിട്ടുണ്ടാവും. അവര് അച്ചച്ച അമ്മമ്മ എന്ന് പറഞ്ഞിട്ട് ശവത്തിന്റെ അടുത്തിരിക്കുന്നതിന് പകരം അവരിങ്ങനെ തോണ്ടിക്കൊണ്ട് കളിക്കുന്നുണ്ട്. ഇത് മറ്റുള്ളവർ കാണുന്ന, ഇങ്ങനെ ഈ വീട്ടിൽ ഇങ്ങനെ ഡെഡ് ബോഡി കാണാൻ വന്നവർ കാണുന്നത് ഒരു വിഷയമല്ല. അവരമ്മമാർക്കും മക്കളെ അതിപ്പോ എടുക്കല്ലേ, ഇവരെല്ലാം കാണും, മക്കള് പോയിട്ട് അങ്ങനെ അച്ഛച്ചന്റെ അടുത്തിരിക്കാൻ ആരും പറയുന്ന അവസ്ഥയൊന്നുമില്ല. ഇതാണ് എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്. താങ്ക് യു മാം, ക്ലാസ് ഞാൻ കേട്ടോളാം. ഓക്കെ, ശോഭന മാം അൺമ്യൂട്ട് ചെയ്യൂ. അൺമ്യൂട്ട് ആയില്ലല്ലോ, ഒന്നുകൂടെ അൺമ്യൂട്ട് ആയില്ല, ഒന്നുകൂടെ. ഓക്കെ. ഓക്കെ, താങ്ക് യു സാർ. എല്ലാവർക്കും നമസ്കാരം. ശ്രീകുമാരി മാം വളരെ ഭംഗിയായി ആ വിഷയം കൈകാര്യം ചെയ്തു എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് സ്വന്തം സ്കൂളിലെ അനുഭവങ്ങളും സ്വന്തം ജീവിതത്തിലെ, സ്വന്തം കുടുംബത്തിലെ അനുഭവങ്ങളും ഒക്കെ പങ്കുവെച്ച് വളരെ ഭംഗിയായി ആ വിഷയം അവതരിപ്പിച്ചു. അത് നന്നായിട്ട് വിജയിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കുട്ടികൾക്ക് മാത്രമല്ല, നമ്മൾ മുതിർന്നവരും ഇന്ന് ഫോബിയയിലാണ്, ഈ ഫോബിയയിലാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മൾ ഓരോരുത്തരും, നമ്മൾ ഓരോ ക്ലാസ്സുകൾ കേൾക്കാൻ കയറുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രസന്റേഷന് കയറുന്നു, ഇവിടെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. സ്കൂളിൽ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ഈ ടീച്ചറിന് 4-5 വർഷമായിട്ട് കുട്ടികൾ ഉണ്ടാകാതിരുന്നു. ഇപ്പം ബ്രദർ UK-യിലാണ്. അദ്ദേഹം അങ്ങോട്ടേക്ക് വിളിച്ചു, അവിടെ ചികിത്സയ്ക്ക് വരാൻ പറഞ്ഞു. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ ടീച്ചറിനെ പിന്നെ നമ്മൾ 2 വർഷത്തേക്ക് ടീച്ചർ ഫോൺ എടുത്തിട്ടില്ല. അപ്പൊ അവിടെ നിർദ്ദേശം ഇതായിരുന്നു, പിന്നെ ഫോൺ എടുക്കാൻ പാടില്ല ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കുട്ടി ഉണ്ടാകുന്നവരെ. അപ്പൊ അങ്ങനെ ടീച്ചറിന് കുട്ടി ഉണ്ടായി. അപ്പൊ ഇതും ഒരു വിഷയമാണ്, ഒരു വശമാണ് എന്നുള്ളതും നമ്മള് കുട്ടികളെ ആണേലും പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു കാലമാണ്. അപ്പോൾ അത്രമാത്രം ഭയാനകമായിരിക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഇതുമൂലം ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ടീച്ചർ ഭംഗിയായിട്ട് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ഈ നെറ്റ് ഫാസ്റ്റിങ്ങിലേക്ക് പോകേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുകയാണ്. എൻ്റെ ഒരു മാഷ്, ഒരു യോഗ മാഷാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് 10 തൊട്ട് 4 വരെ ഞാൻ എടുക്കാറില്ല, എന്നെ ആരും വിളിക്കരുതെന്ന്. അപ്പൊ അത്രമാത്രം എല്ലാവരും ഇതില് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ നെറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട്. നമ്മളും അത് പിന്തുടരണം. ഓക്കെ, എല്ലാവർക്കും ടീച്ചറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു, ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്തതിന്. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. അനീമ ജോർജ് മാം. കേൾക്കുന്നോ? കേൾക്കാം. ഓക്കെ. ശ്രീകുമാര മാം, ഒന്നും പറയാനില്ല. നല്ല അപ്പിയറൻസ് ആയിരുന്നു. പേടി ഇപ്പൊ മാറിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ, മാമിനെ കൊണ്ടേ പറ്റുള്ളതൊക്കെ. പറ്റുന്നവർ ചിലരൊക്കെ ഉണ്ട്.
ഒന്ന് എന്നാ പറഞ്ഞ റൂട്ട് ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് വെട്ടി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, ബാക്കിയൊക്കെ അങ്ങ് നടന്നോളൂ. ഞാൻ പറഞ്ഞല്ല, എന്നോടും മനോഹർ സാറും ഉഷമാമും ഒക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങളാ കേട്ടോ. എസ്പെഷ്യലി മനോഹർ സാർ ഇത് കണ്ടോണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഉറപ്പായിട്ടും എന്താ പറഞ്ഞ, നിങ്ങൾ കാണിച്ചു തരുന്ന ആ ഒരു മാതൃകയെ ഞാനും എൻ്റെ കൂടെ ഉള്ളവർക്ക് പകർന്നു കൊടുക്കുക തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ബി കൺഗ്രാറ്റ്സ് ടു മനോഹർ സാർ ആൻഡ് ഉഷമ. പറയാതിരിക്കാൻ പറ്റിയല്ല, അവിടുന്ന് കിട്ടുന്ന സ്റ്റാമിന ഞങ്ങൾക്ക് കുറവൊന്നുമല്ല. പിന്നെ ശ്രീകുമാരി മാമിന് എനിക്കൊന്നും പറയാനില്ല, പേടി കുറച്ചുണ്ടായിരുന്നു, അതേ ഉള്ളായിരുന്നു പ്രശ്നം. അതൊക്കെ ഞങ്ങൾ സെറ്റാക്കി. എന്താ പറയാ, ഒരു 4-5 ദിവസത്തെ ഒരു പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ഒരു ഹാഫ് ഡേ ബിഫോർ ടൈമിൽ പറഞ്ഞ് മൊത്തം ബ്ലാങ്ക് ആയി, മൊത്തം പോയി. കുഴപ്പമില്ല, നമുക്ക് ഹാഫ് ഡേ വെച്ച് സെറ്റാക്കാം. എന്തായിരുന്നു കുഴപ്പം? ഹാഫ് ഡേ കൊണ്ട് പ്രിപ്പയർ ആയ വ്യക്തിയാണോ ഈ അപ്പിയർ ചെയ്തത്? എന്തോ ടാലന്റ്! സ്വന്തമായിട്ടൊന്ന് വിശ്വസിച്ചാൽ മതി കേട്ടോ. ഐ ക്യാൻ. ഞാൻ എപ്പോഴും പറഞ്ഞു തരാറില്ല എൻ്റെ കൂട്ടരോടെല്ലാം, യു ക്യാൻ. ബട്ട് കണ്ണാടിന് മുമ്പിൽ പറയുമ്പോൾ നിങ്ങൾ തിരിച്ചു പറയണം ഐ ക്യാൻ. ശരി, അത് തന്നെ വർക്കൗട്ടായി. സോ ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഓൾ. താങ്ക് യു. രമാദേവി മാം. പറയാം സാറേ. ഇന്ന് നോ മൊബൈൽ ഫോൺ ഫോബിയയെ കുറിച്ച് ക്ലാസ് എടുത്ത ശ്രീകുമാരി മാമിനും പിന്നെ സാബു സാറിനും ഇവിടെ പ്രസന്റ് ആയിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. സമൂഹത്തിനെ, അതായത് കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും ഇന്ന് ഏറ്റവും അധികം കാണുന്നു നിന്ന ഒരു സാമൂഹ്യ വിപത്ത് തന്നെയാണ് മൊബൈൽ അഡിക്ഷൻ. ഈ ഒരു സിറ്റുവേഷന് യോജിക്കുന്ന ഒരു കവിത ആദ്യം തന്നെ മാം മനോഹരമായി ആലപിച്ചു. അഭിനന്ദനങ്ങൾ. നോമോഫോബിയയുടെ സിംറ്റംസ് ആയ ആങ്സൈറ്റി, ഫാൻറ്റം വൈബ്രേഷൻ, കോൺസ്റ്റന്റ് ചെക്കിംഗ്, പിന്നെ പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റിയും മാം വിശദീകരിച്ചു. ഫിസിക്കലും സൈക്കോളജിക്കൽ, സോഷ്യൽ ആൻഡ് അക്കാഡമിക്, അവോയ്ഡൻസ് ബിഹേവിയർ തുടങ്ങിയവ. ഇതിൻ്റെ ഒരു പരിഹാരം മാം പറഞ്ഞത് മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ നിന്ന് താൽക്കാലികമായിട്ട് ഇട്ടുനിന്ന പ്രകൃതിയുമായിട്ട് ഇണങ്ങുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവിതം ആസ്വാദ്യകരമാക്കുക എന്നതാണ്. എങ്കിലും ഇന്നത്തെ കാലത്ത് അത് ആർക്കും തന്നെ തീരെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാം പറഞ്ഞതുപോലെ സമയബന്ധിതമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കണം. അവരെയാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. അതിന് ആദ്യം മാതൃകയാകേണ്ടത് മാതാപിതാക്കളാണ്. കാരണം നിരന്തരമായി മാതാപിതാക്കൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കുട്ടികൾ അനുകരിക്കുന്നത്. അപ്പം എന്തായാലും നല്ലൊരു വാല്യൂ ആയിട്ടുള്ളൊരു സെഷൻ തന്നെ ആയിരുന്നു. നന്ദി ശ്രീകുമാരി മാം, നന്ദി സാബു സാർ, എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു മാം. റോയ് സർ. ശ്രീകുമാരി മാഡം, ഈ മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനും അതിൻ്റെ ദോഷങ്ങളും ഒക്കെ ജനറലായിട്ട് ചില ഐഡിയകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം കൂടെ ക്രോഡീകരിച്ച് വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. അതായത് എന്താണ് ഫോബിയ എന്നും നോവോഫോബിയ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അതിനുശേഷം ഈ നമ്മൾ ഫീൽ ചെയ്യുന്നതായ ആങ്സൈറ്റിയും അതുപോലെ തന്നെ കണ്ടന്റ് ചെക്കിങ്ങും അതുപോലെ തന്നെ ഫീലിംഗ് ഡിസ്കണക്റ്റഡ് ആയിട്ട് ഒക്കെ ഇരിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ നമ്മൾ തന്നെ അനുഭവിക്കുന്ന കാര്യങ്ങളായി ഫോൺ ഉപയോഗിക്കുമ്പോൾ. അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതും എല്ലാം വളരെ ക്ലിയർ ആയിട്ടൊരു ഐഡിയ നമ്മളിൽ ഉണ്ടാക്കാനും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും ഉള്ളതായ ഒരു പ്രസൻറ്റേഷനായിരുന്നു മാഡത്തിൻ്റെ. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഇതൊക്കെ മാഡം പറയുമ്പോൾ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഈ ഓരോരുത്തരുടെ അനുഭവങ്ങൾ. പക്ഷേ മാഡം ഈ ഹെൽത്ത് ഇഷ്യൂവിൻ്റെ, ഫിസിക്കൽ ഇഷ്യൂവിൻ്റെ കൂട്ടത്തിൽ ഈ കണ്ണിൻ്റെ കാര്യം പറഞ്ഞില്ല. എനിക്കൊരു അനുഭവം ഉള്ളത്, ഞാൻ ഇവിടെ എറണാകുളത്ത് ഗിരിധറിൽ ചെന്നപ്പോൾ ഈ കുട്ടികൾ, നമുക്ക് തന്നെ അത്ഭുതം തോന്നും. അതായത് ശരിക്ക് നടന്നു തുടങ്ങിയ കുട്ടികൾ വരെയും ഈ കണ്ണിൻ്റെ പ്രോബ്ലമായിട്ട് വരുന്നു. അപ്പോൾ മൊബൈൽ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവർ വിടുന്ന ഒരു രംഗമുണ്ട്. അത് നമ്മളെല്ലാം അത്ഭുതം തോന്നി. ഒരു സ്ഥലത്ത് ഇത്രയോ, അപ്പോൾ ബാക്കി എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ അതൊന്നും ഈ അനുഭവം വന്നവർ മറ്റുള്ളവരോട് പറയും, അത്രേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇതൊരു നല്ല സെക്ഷനായിരുന്നു. അത് തന്നെയല്ല, ഇതിൽ കൂടുതലൊന്നും പോയിന്റ്സ് പറയാനില്ല. അതെല്ലാം വളരെ ഭംഗിയായി അവതരിപ്പിച്ച ശ്രീകുമാരി മാഡത്തിന് വളരെയധികം അഭിനന്ദനങ്ങൾ. താങ്ക് യു മാഡം. താങ്ക് യു വെരി മച്ച്.
ഓക്കെ, ഗോകുമാർ സാറും സുധാകരൻ ഡോക്ടർ ആരെങ്കിലും ഉണ്ടോ? പറയൂ. എൻ്റെ പേര് നമസ്കാരം, എൻ്റെ പേര് ഗോപകുമാർ എന്നാണ്. സാധാരണ ഈ കുട്ടികൾക്ക് രക്ഷകർത്താക്കളാണ് കുട്ടികളെ കൂടുതൽ ഭക്ഷണം, അവർ പിണങ്ങുമ്പോഴും ആഹാരം കഴിക്കാത്തതും ഫോൺ എടുത്തു കൊടുക്കും. ഫോൺ കൊണ്ട് ആഹാരം കഴിച്ചാൽ കഥ പറഞ്ഞുകൊണ്ട് ആഹാരം കഴിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് വിഷം കുട്ടിക്ക് കൊടുക്കുന്നതായിരിക്കും അതിനേക്കാൾ നല്ലതെന്ന് തോന്നുന്നു. കാരണം ഡൈജഷൻ ശരിയാവില്ല അതങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ രക്ഷകർത്താക്കളാണ്, അമ്മമാരെന്ന് പറയത്തില്ല, കാരണം ഇതിനകത്ത് അമ്മമാരാണ് കൂടുതൽ. അതുകൊണ്ട് പേടിച്ച് അമ്മമാരെ പറയുന്നില്ലേ, രക്ഷകർത്താക്കളത്തെ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് അവരുടെ കൂടെയാണ്. ഏതായാലും നല്ല ക്ലാസ് ആയിരുന്നു. ക്ലാസ് വ്യക്തമായി ഇപ്പോഴത്തെ കാലിക പ്രാധാന്യമുള്ള ക്ലാസ് ആയിരുന്നു. നല്ല നമസ്കാരം. ഓക്കെ സാർ. സുധാകരൻ ഡോക്ടർ. ശ്രീകുമാരി മാം, ഈ മതിയന്റെ മക്കളെ കയറി വാ എന്ന് പറഞ്ഞ് തുടങ്ങിയത് വളരെ നന്നായി. പക്ഷെ എനിക്ക് ഒരു ചെറിയ വിയോജിപ്പ് പറയട്ടെ. അതായത് ഈ പുതിയ ജനറേഷൻ, അവർ ഈ ആൽഫ ജനറേഷനിൽപ്പെട്ടവർ നമ്മളെക്കാൾ ഏറെ ഐക്യവും ഒക്കെ വളരെ കൂടുതലുള്ളവരാണ്. നമ്മൾ ഈ പഴ മനസ്സുമായിട്ട് ഈ പിള്ളേരെ നോക്കുമ്പോഴാണ് നമുക്ക് അവരൊക്കെ നമ്മുടെ രീതിയിലേക്ക് തിരിച്ചു വരണം എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നുന്നത്. കാരണം ഇപ്പോൾ വലിയ ടെക്നോളജി സപ്പോർട്ടഡ് ലൈഫിലാണ് നമ്മൾ ജീവിക്കുന്നതും എല്ലാം. ഒരു അതിൽ നിന്ന് എസ്കേപ്പ് ഇല്ലാത്ത രീതിയിൽ നമ്മളിത് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈ ടീച്ചേഴ്സൊക്കെ ഇപ്പോൾ പണ്ടത്തെ പോലെ ലൈബ്രറി പോയി റെഫർ ചെയ്തിട്ടൊന്നും അല്ല അവർ ക്ലാസ് എടുക്കാൻ വേണ്ടി തയ്യാറാവുന്നതുമില്ല. മൊബൈലിലും അതേപോലെ ചാറ്റ് GPT എടുത്തു കഴിഞ്ഞാൽ ഏത് കാര്യം ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ട് കിട്ടുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു ഉപകരണമാണ് നമ്മുടെ ഫോണ്. അപ്പോൾ ഈ ഫോണിൽ നമുക്ക് ഒരു ജീവിതത്തിൽ ഏറ്റവും പ്രധാന ഒരു സന്ദർഭം, പെട്ടെന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ എന്താ ചെയ്യാൻ, നമ്മൾ ഫോൺ എടുത്ത് അങ്ങ് ഫോട്ടോ എടുക്കും. മറ്റേത് ക്യാമറ എടുത്ത് ഇങ്ങനെ ഒക്കെ, അതൊന്നും വേണ്ടാത്ത രീതിയിൽ നമ്മൾ ഈ പുതിയ ജനറേഷൻ, ആൽഫ ജനറേഷൻ എന്ന് പറയില്ലേ, ആ പിള്ളേരെ സംബന്ധിച്ച് അവർ ഭയങ്കര ബ്രെയിനിയാണ്. അവർക്ക് വലിയ ബ്രെയിൻ കപ്പാസിറ്റി ഉണ്ട്. ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ളവരാണ്. അതുകൊണ്ട് ഇതൊരു ടോട്ടൽ സോഷ്യൽ ഈവിൾ ആണ് എന്നുള്ളതിനോട് എനിക്ക് വലിയ അഭിപ്രായമില്ല. പക്ഷേ നമ്മൾ കൺട്രോൾ വേണം, എല്ലാത്തിനും നിയന്ത്രണം വേണമല്ലോ, കൺട്രോൾ വേണം. ദർ ഷുഡ് ബി സം. ടീച്ചറുടെ 2 ആൺമക്കളും എത്ര നല്ല കുട്ടികളായതുകൊണ്ടാണ് അമ്മ ഇനി ഫോൺ തരില്ല, 1 മണിക്കൂറേ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞത് അനുസരിച്ചത് നല്ല അമ്മയായിട്ട് അവരെ വളർത്തിയത് കൊണ്ടാണ്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ഇല്ലേ, അവരാരും ഇതുപോലെ അവരൊക്കെ ഈ നമ്മളൊക്കെ കുറേ കഷ്ടപ്പെട്ടും ത്യാഗങ്ങൾ അനുഭവിച്ചും ഒക്കെ വളർത്തിയെടുക്കപ്പെട്ട കുട്ടികളാണ്. നമ്മുടെ അച്ഛനമ്മമാരൊക്കെ നമ്മളെയൊക്കെ എങ്ങനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ അതങ്ങനെ അല്ല, അവർക്ക് എൻജോയ് ചെയ്യണമെന്നേ ഉള്ളൂ. എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഗ്രൂപ്പിലൊക്കെ അവർ ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർ ഈ ഗ്രൂപ്പിൽ എൻജോയ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫോണിലൂടെയാണ്. അവർ അഭിപ്രായ രൂപീകരണങ്ങൾ, ഒരു ഒപ്പീനിയൻ മേക്കിംഗ്, അതേപോലെ തന്നെ ഒരു സെമിനാർ തന്നെ അവർ ഉടൻ തന്നെ സെക്കൻഡ് കൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കി അതങ്ങോട്ട് ഇട്ടിട്ട് മെസ്സേജ് എല്ലാവരുടെയും ഒക്കെ എത്തിക്കുമ്പോൾ നമ്മൾ കുത്തിയിരുന്ന് ഫോൺ വിളിച്ച്, ചേട്ടാ ഞാൻ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്, ശ്രീകുമാരിയാണേ, ക്ലാസ്സിൽ കയറണേ എന്നൊക്കെ നമ്മൾ പറയുന്നതിന് വേറെ ഇപ്പോഴത്തെ പിള്ളേർ അവർ ഭയങ്കര ലൈറ്റനിങ് സ്പീഡാണ് അവരുടെ എല്ലാ കാര്യത്തിലും. അവർക്ക് ഈ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുന്ന രീതിയിൽ നമ്മുടെ പഴയ തലച്ചോറല്ല അവർക്ക്. അതിഗംഭീരമായ ഗ്രാസ്പിംഗ് പവറും ഒക്കെ ആയിട്ടുള്ള ഒന്ന്. അപ്പോൾ ഒരു പുതിയ ജനറേഷനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവരുടെ ഈ ടെക്നോളജി സപ്പോർട്ടഡ് ലൈഫിലേക്ക് നമ്മൾ അഡാപ്റ്റഡ് ആകുക എന്നുള്ളത് വരുമ്പോൾ നമുക്ക് ഈ വലിയ ആങ്സൈറ്റി കുറയുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതിൽ. പക്ഷെ ദുരുപയോഗങ്ങൾക്കെതിരെ നമ്മൾ കുഞ്ഞുങ്ങളെ വാൺ ചെയ്യുകയും അവരുടെ ഒപ്പം ഇരിക്കുകയും അവരുടെ ഒപ്പം അവരുടെ ഫ്രണ്ട്ഷിപ്പ് മനസ്സിലാക്കി അവർ ഏതൊക്കെ ഗാഡ്ജറ്റുകളിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ നമ്മളോട് അറിഞ്ഞിരുന്നാൽ, അപ്പോൾ മേക്ക് ഫ്രണ്ട്ഷിപ്പ് വിത്ത് അവർ ചിൽഡ്രൻ എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട. അല്ലാതെ ശ്രീകുമാരി മാമിൻ്റെ മോട് എനിക്ക് ഭയങ്കര അസൂയാണ്. കാരണം ഈ 2 ആൺമക്കളെ മിടുക്കന്മാരായിട്ട് മിലിറ്ററിയിൽ മേജറായിട്ടും അതേപോലെ ആസ്ട്രോഫിസിക്സിൽ PhD ചെയ്യുന്ന കുട്ടിയായിട്ടൊക്കെ മാറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. കാരണം ടീച്ചറുടെ ഓരോ സെൻറ്റൻസ് ഞാൻ എൻ്റെ ഭാര്യ ടീച്ചറാണ്, അതുകൊണ്ട് ഞാൻ കൗതുകപൂർവ്വം ശ്രദ്ധിക്കായിരുന്നു. ടീച്ചർ ഓരോ സെൻറ്റൻസ് പഠിപ്പിക്കുകയാണ്. ഇവരുടെ ഒന്ന് ഇനി റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ അറിയാം. അങ്ങനെ അല്ലേ എന്ന് പറഞ്ഞിട്ടൊരു നീട്ടം, കാരണം അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് യു ആർ എ ബോൺ ടീച്ചർ. കാരണം നല്ല വെൽ ടൈലേഡ് ആൻഡ് വെൽ സ്ട്രക്ചേർഡ് ക്ലാസ് ആയിരുന്നു. ഒരു കവിതയിൽ തുടങ്ങി, അത് കഴിഞ്ഞ് പേഴ്സണൽ എക്സ്പീരിയൻസ് ചേർത്തു, സൊസൈറ്റിയിലുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞ്. ഇത് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത കാര്യമൊന്നുമല്ല. ഈ അവതരിപ്പിച്ചതൊക്കെ റിയൽ
ലൈഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ ഏറ്റവും സ്ട്രെസ്ഫുൾ ലൈഫ് ടീച്ചേഴ്സിന്റെയാണ്, യാതൊരു സംശയമില്ല അതിൽ. കാരണം അവർ അഡ്രസ്സ് ചെയ്യുന്ന കുട്ടികൾ ദേ ആർ ബിലോങ്ങിങ് ടു അനദർ ജനറേഷൻ. നമ്മളൊക്കെ ഈ 20-ാം നൂറ്റാണ്ടിൽ ജനിച്ച് പഠിച്ച് വളർന്ന് വന്ന് നമ്മൾ 21-ാം നൂറ്റാണ്ടിന്റെ കാൽഭാഗം 2025-ലെ പിള്ളേരോട് മനെ പച്ചക്കറി ചെയ്യാൻ ഞങ്ങളുടെ കൂടെ വാ, പ്രകൃതിയിൽ ചക്രവാളത്തിൽ പറന്നു പോകുന്ന പക്ഷികളെ നോക്കിയിരിക്കൂ, നീ ഇലകൾ ഇളകുന്ന കണ്ടില്ലേ, അത് കാക്കയാണ് എന്നൊക്കെ പറയുന്നതിന് അവര് വളരെ പുച്ഛത്തോടെ ഇതൊക്കെ കാണുള്ളൂ. അവരുടെ ഫിംഗർ ടിപ്പിലുണ്ട് എല്ലാം. ഈ സെക്കൻഡിൽ അവർക്ക് ഈ ജപ്പാൻ പ്രൈം മിനിസ്റ്റർ ആ ലേഡിയെ പറ്റിയുള്ള വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ദേ നീഡ് ഓൺലി എ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്. ആ രീതിയിലൊരു പുതിയ തലമുറയാണ്. പക്ഷെ ദർ ഷുഡ് ബി കൺട്രോൾ. കൺട്രോൾ എന്ന് പറഞ്ഞാൽ ദുരുപയോഗം. നമുക്കറിയാമല്ലോ, എല്ലാം സ്വാതന്ത്ര്യമായാലും ഭക്ഷണമായാലും മറ്റേതെല്ലാം ഈ ദുരുപയോഗം ചെയ്യുന്നതും അബദ്ധങ്ങളിൽ പെട്ടുപോയിരിക്കാൻ ഒറ്റ വഴിയുള്ള അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനേ പറ്റില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ മൊബൈൽ ഫാസ്റ്റിംഗ് ഒന്നും ഇനി നടക്കാനേ പോവില്ല. ദേ വിൽ ബിക്കം മോർ ആൻഡ് മോർ യൂസിങ് ദിസ് ടൈപ്പ്. കാരണം ഇനി ബീറ്റ ജനറേഷൻ വരിക. 2025 മുതൽ ജനിച്ച ഈ രാക്ഷസ കുട്ടികൾ വരുന്നുണ്ട് ബീറ്റ ജനറേഷനായിട്ട്. LKG മുതലല്ല, pre-KG മുതൽ. നമ്മുടെ NEP-യിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ pre-KG 3-ാം വയസ്സ് മുതൽ അവർ ടെക്നോളജി സപ്പോർട്ടഡ് എഡ്യൂക്കേഷനിലേക്ക് മാറാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ നിയന്ത്രണങ്ങളൊക്കെ വെക്കുക, വാച്ച് ചെയ്യുക, മിസ്യൂസ് തടയുക എന്നല്ലാതെ ഇതൊരു ഭയങ്കര ഫോബിയാണെന്നൊന്നും വിത്ത് ഓൾ ദ റെസ്പെക്ട് ആൻഡ് ഓൾ ദ ഡിഗ്നിറ്റി ടുവേർഡ്സ് യു ഞാൻ അത് ഒരു ചെറിയ വിയോജിപ്പ് അറിയിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത് പറയണം, നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മളൊക്കെ തോറ്റുപോകുന്ന യുദ്ധങ്ങളിലെ പടയാളികളാകുകയാണ്. പക്ഷേ അത് വേറൊരു തലമാണ്. എങ്കിലും ഇത് വലിയ ഇൻഫർമേറ്റീവ് ആയിരുന്നു, നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം. താങ്ക് യു. താങ്ക് യു സാർ. വിൻസെന്റ് സാർ. വിൻസെന്റ് സാർ കേൾക്കാമോ? അൺമ്യൂട്ട് ചെയ്യണേ. ഓക്കെ സാർ. പറയും. ശ്രീകുമാരി മാഡം, വളരെ ആദ്യം തന്നെ നല്ലൊരു അഭിനന്ദനം അറിയിച്ചോട്ടെ. ശുദ്ധോദരൻ സാറ് പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് എനിക്കും അത്രയൊക്കെ പറയാനുള്ളൂ. പക്ഷെ എങ്കിലും ആ തുടക്കം, ആ ഒരു നമ്മൾ പറയില്ലേ, എന്താണ് തുടക്കത്തിൽ പറയാറുള്ള സാധാരണഗതിയിൽ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന്. ആ കവിതയിലൂടെ തുടങ്ങിയപ്പോൾ തന്നെ നമുക്കറിയാം ഇത് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത്. നമുക്കറിയാവുന്ന ഒരു ടോപ്പിക്കാണത്. എല്ലാവർക്കും അറിയാം ഈ ടോപ്പിക്ക് എന്ന് വെച്ചാൽ ഈ അഡിക്ഷൻ, ഈ മൊബൈലായിട്ടുള്ള അഡിക്ഷൻ്റെ എന്താണ് അതിൻ്റെ ഉള്ള പ്രയാസങ്ങളും അതുകൊണ്ടുള്ള ഡീമെറിറ്റ്സ് എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ മാഡം അത് വളരെ സിസ്റ്റമാറ്റിക് രീതിയിലായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ ഒരു ടീച്ചറുടെ ഒരു കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിൽ കൂടെ അത് പറഞ്ഞു തന്നപ്പോൾ വളരെ നന്നായി. ഈ അതിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഒരു കുറച്ച് നേരത്തേക്ക് നമ്മുടെ മൊബൈൽ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാവുന്ന ആങ്സൈറ്റിയെ കുറിച്ച് പറഞ്ഞു. ഇത് എനിക്ക് സംഭവിച്ചാണ്. ഏതാണ്ട് 1 മാസം മുമ്പ് ഞാൻ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. ഞാൻ നാട്ടിൽ പോയി, സ്റ്റേഷനിൽ ഇറങ്ങി, അവിടെ നിന്നൊരു ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി ഞാൻ പെരുമ്പാവൂർ പോയി. ആ ബസ്സിൽ നിറച്ച് ഭയങ്കര റഷായിരുന്നു. ഫോർച്ചുനേറ്റ്ലി എനിക്കൊരു സീറ്റ് കിട്ടി, കണ്ടക്ടറുടെ തൊട്ട് പുറകിലുള്ള ഒരു സീറ്റ്. അത് കഴിഞ്ഞ് ഞാൻ പെരുമ്പാവൂർ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. ആൾക്കാർ ഇറങ്ങുന്ന സമയത്ത് ഞാൻ പുറത്ത് ഇറങ്ങിയ സമയത്ത് എൻ്റെ മൊബൈൽ പോയി. അതെങ്ങനെ പോയി എനിക്കറിഞ്ഞൂടാ, പക്ഷെ പോയി. എനിക്ക് എൻ്റെ വൈഫിൻ്റെ നമ്പർ പോലും എനിക്കറിയില്ല. സത്യാവസ്ഥ ഞാൻ പറയാണ്. ഞാൻ അവിടെ ഇറങ്ങിയ സമയത്ത് എനിക്ക് ഒരാളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റണില്ല. കാരണം ഞാനിവിടെ ഇറങ്ങി, അവർ കാലത്തുള്ള ട്രെയിനിലാണ് ഞാൻ കയറിയത്. ബാംഗ്ലൂരിൽ നിന്ന് കാലത്തുള്ള ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഉണ്ട്, ബാംഗ്ലൂർ എറണാകുളം. അതിലിറങ്ങി ഞാൻ 5 മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലുവ സ്റ്റേഷനിൽ ഇറങ്ങിയത്. അവിടെ നിന്ന് കുറച്ച് അന്ന് ഒരു പ്രൊസഷനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് എനിക്ക് ബസ് കിട്ടിയത്. ആ ബസ്സിൽ കയറി ഞാൻ പെരുമ്പാവൂർ ചെന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ലഗേജ്, ഒരു ബാഗ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷെ പോക്കറ്റിൽ ഈ മൊബൈൽ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് മോളുടെ ഫോൺ വന്നു. മോള് പറഞ്ഞു, പപ്പ എവിടെ എത്തി? ഞാൻ പറഞ്ഞു, ഇപ്പോൾ ബസ്സിൽ കയറിയപ്പോൾ. എന്തിനാ ബസ്സിൽ കയറിയ, തിരക്കല്ലേ, ഞാൻ ഇത് ബുക്ക് ചെയ്ത് തരാമെന്നല്ല. ഞാൻ പറഞ്ഞു, മോളെ ഞാൻ കയറി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പോക്കറ്റിൽ ഇതിട്ടു. പിന്നെ ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല. പക്ഷേ അവിടെ ഇറങ്ങിയ സമയത്ത് എൻ്റെ മൊബൈൽ പോയി. ആൻഡ് യു ക്യാൻ ഇമാജിൻ, ഒരു സ്ഥലത്ത് ഞാൻ പോയി ഇറങ്ങി. അവിടെ എനിക്ക് എൻ്റെ വീടുണ്ട്, പൂട്ടിക്കിടക്കുന്ന വീടാണ്. അവിടേക്ക് ഞാൻ പോയി.
പക്ഷെ എനിക്ക് ഇവരെ ഒന്നും അറിയിക്കാൻ പറ്റണില്ല. ഐ ഡോണ്ട് നോ ദ നമ്പേഴ്സ് ഓഫ് മൈ വൈഫ്, പിള്ളേരെ ആരുടെയും നമ്പർ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഞാൻ വിചാരിച്ചു, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഈ പുല്ലുവഴി എന്നുള്ള സ്ഥലം, നമ്മുടെ ജോസഫ് ജോൺ സാറിൻ്റെ സ്ഥലം പുല്ലുവഴി ഒരു ഫ്രണ്ട് ഉണ്ട്. പുള്ളിയുടെ അടുത്ത് ഞാൻ പോയി. പുള്ളിയുടെ വൈഫും എൻ്റെ വൈഫുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പം അങ്ങനെ അവിടെ ചെന്നു. പുള്ളിയെ കണ്ട് പുള്ളിക്കാരത്തിയുടെ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ചേച്ചിയുടെ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്പറുണ്ട്. അങ്ങനെ എൻ്റെ വൈഫിൻ്റെ പേര് ഓമന എന്നാണ്. അപ്പോൾ ഓമന ചേച്ചിയുടെ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്പർ മേടിച്ചു, ഞാൻ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ പിന്നെ ഇവരോട് പറഞ്ഞത് എൻ്റെ നമ്പർ ഇത് പോയി എന്നൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് ഡേ ഞാൻ പിന്നെ ചെന്നു, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈൻറ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇതിപ്പോൾ ഇവിടെ പതിവാണ്. കാരണം പെരുമ്പാവൂർ എന്നുള്ള സ്ഥലത്ത് ഈ നമ്മുടെ നോർത്ത് ഇന്ത്യൻസ്, ബംഗാളീസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരെ കുറ്റം പറയല്ലേ ഞാൻ. അങ്ങനെ അവർ കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ കുറേ എല്ലാ ദിവസവും ഒരു 10 കേസെങ്കിലും മൊബൈൽ ഫോണ് മിസ്സായിട്ടുള്ള കേസുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് മൊബൈൽ ഫോൺ ഈസ് എ മസ്റ്റ്. അതില്ലെങ്കിൽ നമുക്ക് ആരെയായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല. നൗ കമ്മിങ് ടു യുവർ സെക്കൻഡ് പോയിന്റ്, നമ്മൾ എങ്ങനെയാണ് അത് മിസ്യൂസ് ചെയ്യുന്ന കുട്ടികൾ. ഇപ്പം ഞാൻ എൻ്റെ മകളുടെ കൂടെയാണ് താമസിക്കുന്നത്. മകൾ കൂടെയല്ല, ഞാൻ നാട്ടിലാണ്, മകളുടെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്, ബാംഗ്ലൂർ. അപ്പം എൻ്റെ മകളുടെ കുട്ടികളുടെ കാര്യം എനിക്കറിയാം. അവർക്ക് ഈ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിലും ഒരു കണ്ടീഷനാണ്. ഓക്കെ, ഇഫ് യു സീ 1 hour ഇത് കണ്ടു കഴിഞ്ഞാൽ ഹോംവർക്ക് ചെയ്യാം. ഇങ്ങനെ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ 1 hour യു ക്യാൻ സീ TV. അവരൊരു കാർട്ടൂൺ ഇതൊക്കെ ഉണ്ട് അവരുടെ ചാനൽ, ഈ ചാനലാണ് അവർ കാണുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു കണ്ടീഷൻ വെക്കുകയാണ്. ശുദ്ധോൻ സാറ് പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മളുടെ ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിൽ മദ്യപിക്കരുത് അല്ലെങ്കിൽ പുകവലിക്കരുത് എന്നുള്ള കാര്യം നമുക്കറിയാം. ചെറുപ്പം മുതലേ നമ്മൾ, ഞാനൊക്കെ ചെറുതായി, ഇപ്പം ഞാൻ ടീച്ചറുടെ കാര്യം പറഞ്ഞില്ല, ടീച്ചർക്കായിട്ട് പ്രായമുള്ളത് കൊണ്ട് ഞാൻ പറയണം, ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് പുകവലിക്കരുത്, മദ്യപിക്കരുത്. ഇപ്പോഴും മദ്യപാനം ഹാനികരമാണെന്നുള്ള ബോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. പുകവലി ഹാനികരമാണെന്ന് ഓരോ സിഗരറ്റ് പാക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് കുറവുണ്ട്, എങ്കിലും അത് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഏതാണ്ട് അതിനെക്കാട്ടി കൂടുതലാണ് ഇപ്പോൾ നമ്മൾ ഈ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമ്മൾ എവിടെ എഴുതി വയ്ക്കാനും നമുക്ക് പറ്റില്ല. കാരണം ടെക്നോളജി ഡെവലപ്മെൻറ്റ്, ശിവൻ സാറ് പറഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ചെയ്യുന്നത് സൺഡേ ദിവസം, ഞായറാഴ്ച ദിവസം ഞാൻ ആവശ്യമില്ലാത്ത ഒരു മൊബൈലിൽ ഒരു കാര്യം ഞാൻ നോക്കാറില്ല. ഗുഡ് മോർണിംഗ് അയക്കില്ല, ആർക്കും ഒന്നും ചെയ്യില്ല. ചില സ്ഥലത്ത് സാബു സാറിൻ്റെ സൺഡേ ഒരു പരിപാടിയുണ്ട്, സംഗീതം, മ്യൂസിക്. അത് എപ്പോഴും എനിക്ക് പറ്റില്ല, എന്നാലും ഞാൻ സാധാരണ പറ്റുകയാണെങ്കിൽ അത് മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യാറുള്ളൂ, വേറെ ഒന്നും ചെയ്യാറില്ല. അപ്പം അങ്ങനെ നമുക്ക് ചില കണ്ടീഷൻസ് നമുക്ക് വെക്കാൻ പറ്റും. പക്ഷെ കുട്ടികൾ, ഇപ്പം ഞാൻ നോക്കണു, എൻ്റെ 3.5 വയസ്സുള്ള എൻ്റെ ഗ്രാൻഡ് ഡോട്ടർ, അവൾക്ക് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ അവൾക്ക് ഇത് വേണം. അവൾ ഇതിൽ ഈ നഴ്സറിയിൽ പോകുന്നുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അവൾ വരുമ്പോൾ 12:30 മണിയാവും. 12:30 മണി കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭക്ഷണം കൊടുക്കണം. അവൾ ആദ്യം പറഞ്ഞ കണ്ടീഷൻ, എൻ്റെ ചാനൽ വെക്കുക. 1 മണിക്ക് ഞാൻ എൻ്റെ ഒരു ന്യൂസ് കേൾക്കാൻ ഞാൻ വയ്ക്കുക. അവൾ പറയും, നോ അപ്പച്ചി, നോ, മൈ ചാനൽ. അത് വെച്ച് കൊടുത്തേ പറ്റൂ. അപ്പം അതാണ് അത്. നമ്മൾ അറിഞ്ഞുകൊണ്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് ടീച്ചറുടെ ആ ഇത് കേട്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്കെന്നെ തോന്നണം, എനിക്ക് കുട്ടികളും പിള്ളേരൊക്കെ എങ്ങനെയാണെന്ന് റിഫോം ചെയ്യുന്നുള്ള കാര്യം ഞാൻ ഒന്നുകൂടെ റീതിങ്ക് ചെയ്യാണ്. താങ്ക് യു ടീച്ചർ, താങ്ക് യു വെരി മച്ച്. പുതിയൊരു ആങ്സൈറ്റിയും കൂടെ വന്നു അല്ലേ? താങ്ക് യു വെരി മച്ച്. ശ്രീകുമാരി മാം തിരിച്ച് ഒരു കമന്റ് പറയും. എങ്ങനെ ഉണ്ടായിരുന്നു മാമിന്റെ ക്ലാസ്? പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആനിയമ്മ മാമിനോടാണ്. സാർ എന്തുകൊണ്ടും നമ്മുടെ കോട്ടയം ജില്ലയ്ക്ക് ഏറ്റവും അനിവാര്യമായ ഒരു പ്രസിഡന്റിനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ആ സമയങ്ങളിൽ എനിക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും തന്ന് നമ്മുടെ മനസ്സിലെ എല്ലാ ടെൻഷനും, എനിക്ക് ഇന്നലെ വരെ ഹാപ്പി ആണെങ്കിൽ പെട്ടെന്നൊരു ടെൻഷൻ, ഇതെൻ്റെ സബ്ജക്റ്റ് അല്ല, ഇനിയും കടന്നു പോകുമെന്നൊക്കെ ആ തോന്നലൊക്കെ വരുമ്പോഴും എനിക്ക് എല്ലാ പോയിന്റ്സ് ബൈ പോയിന്റ്സ് ആയിട്ട് എല്ലാ നിർദ്ദേശങ്ങളും പോയിന്റ്സുകളും
എല്ലാം തന്നെ ഇത് പ്രസന്റേഷന്റെ 100% അനിയമ്മമാവിനെ സമർപ്പിക്കുകയാണ്. നല്ല സൂപ്പറായി, ഇത്രയും നല്ലൊരു പ്രസിഡന്റിനെ കിട്ടാൻ പറ്റില്ല, അത്ര നല്ല സെലക്ഷനാണ് സാറേ. പിന്നെ നമ്മുടെ ഈ നൊമോഫോബിയ എന്നുള്ളത് സാറ് എല്ലാവരും പറ, എല്ലാവരും എനിക്ക് ഫീഡ്ബാക്ക് തന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ആൽഫ അടുത്ത ബീറ്റ കാലഘട്ടത്തിലേക്കൊക്കെ വരുമ്പോഴും മൊബൈൽ ഫോൺ യൂസ് ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അത് ചെയ്യാൻ പറ്റത്തുമില്ല. പക്ഷെ ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ നമ്മൾ പല വിപത്തിലേക്കും പോകും. കാരണം നമുക്കറിയാം, സാറ് പറഞ്ഞു കണ്ണിൻ്റെ പ്രോബ്ലം പറഞ്ഞില്ല, കണ്ണിൻ്റെ പ്രോബ്ലം നമുക്ക് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്കത് തന്നെ അറിയാവുന്നതുണ്ട്. കുഞ്ഞുങ്ങളുടെ ആ എല്ലാ പ്രോബ്ലം, ഇപ്പം സാറ് പറഞ്ഞല്ലോ ഫോൺ കാണാതെ പോയിട്ട് പിന്നെ ആരെയും വിളിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ആർക്കും അറിയത്തില്ല, ആരുടെയും നമ്പർ അറിയത്തില്ല കാണാതെ. പണ്ടങ്ങനെ അല്ലായിരുന്നു, നമുക്ക് എല്ലാം ഒരു 10 പേരുടെയെങ്കിലും നമ്പർ കാണാപ്പാടെ അറിയായിരുന്നു. ഇപ്പം നമുക്കറിയില്ല, കാരണം ഇന്നത്തെ ഇങ്ങനെ കിടക്കുകയല്ലേ, പേര് അങ്ങോട്ട് സെർച്ച് ചെയ്ത് ഇട്ട് കൊടുത്താൽ ഉടനെ കിട്ടും. അപ്പോൾ നമുക്കറിയത്തില്ല. ഇനി കുഞ്ഞുങ്ങൾക്ക് അക്ഷരം കൈയക്ഷരം പഠിക്കണ്ട, കൈയക്ഷരം എല്ലാം ഇതിനകത്ത് വരികയല്ല, അക്ഷരം വേണ്ട. അപ്പോൾ എഴുത്ത് വേണ്ട, പിന്നെ ഓർമ്മ വേണ്ട, അങ്ങനെ പല മേഖലകളിലേക്ക് അവരെ തെറ്റിക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നമ്മളൊരു കൺട്രോൾ വേണം എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പൂർണ്ണമായിട്ട് നമുക്കിത് ഒഴിവാക്കാൻ പറ്റത്തില്ല. ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ നമ്മളിപ്പം പഴയ കാലഘട്ടവും പുതിയ കാലഘട്ടവും കണ്ടു വളർന്നവരാണ്. 2 കാലഘട്ടത്തിലും ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഗുണദോഷവശങ്ങൾ അറിയാവുന്നതുകൊണ്ട് നമ്മൾ നമ്മുടെ പുതിയ തലമുറയെ ഒരു ഗുണപാഠമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗത്തിനെ നമ്മളൊന്ന് നിയന്ത്രിക്കാത്രേ ഉള്ളൂ. രാത്രിയിൽ ഇത് ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ രാവിലെ ഇത്ര മണിവരെ നമ്മൾ എടുക്കത്തില്ല, നിർബന്ധമാക്കി വെക്കുക. ഒന്ന്. മറ്റൊന്ന്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൊബൈൽ എടുക്കത്തില്ല, നിർബന്ധമാക്കുക. ഉറങ്ങുന്ന സമയത്ത് മൊബൈൽ എടുക്കത്തില്ല, നിർബന്ധമാക്കുക. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക്, പക്ഷെ ടെക്നോളജിക്കലായിട്ട് ഒത്തിരി നമുക്ക് പ്രയോജനമുണ്ട്, ഒക്കെ എല്ലാം നല്ലതാണ്. പക്ഷേ ഇന്നത്തെ ഈ അസുഖങ്ങളും സാമൂഹ്യ ബന്ധങ്ങളുടെയും കുഞ്ഞുങ്ങളെ എത്രമാത്രം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണെങ്കിലും അവർ മെൻ്റലി വീക്കാണ്. ഒരു ചെറിയ ഇഷ്യൂ, പേഴ്സണൽ ഇഷ്യൂ വരുമ്പോൾ അവരൊരെണ്ണം ആത്മഹത്യ ചെയ്യുവാണ്. ഇന്ന് ആത്മഹത്യ ചെയ്യുന്നവർ എണ്ണം കൂടുതലാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അവരെ ബോധവാന്മാരാക്കേണ്ട അത്യാവശ്യമാണ്. വേണ്ടാന്നല്ല, ഒരു ചെറിയ കൺട്രോൾ, അത്ര മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഇത്രയും നല്ലൊരു അവസരം എനിക്ക് തന്ന ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടും സാബു സാറിനോടും ഉൾപ്പെടെ എല്ലാ ഭാരവാഹികളും, പ്രത്യേകിച്ച് ആനിയമ്മമാരോട് 100 നന്ദി. എല്ലാവർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു സാർ. ഓക്കെ, ഹസീന ഉണ്ടോ? ഉണ്ട് സാർ. ഒന്ന് കൺക്ലൂഡ് ചെയ്തോളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഉണർവിന്റെ 2ാമത്തെ ദിനമായിരുന്നു ഇന്ന്. വളരെ മികച്ച രീതിയിലുള്ള ക്ലാസ്സും അതുപോലെ തന്നെ മികച്ച സജഷൻസും നല്ല രീതിയിലുള്ള പ്രതികരണങ്ങളും നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്നുള്ള പുതിയ അറിവുകളൊക്കെ പകർന്നു തന്നിട്ടുള്ള, അതായത് ഒരു ഡിബേറ്റ് രീതിയിൽ നമുക്ക് ഈ ഒരു ക്ലാസ് അവതരിപ്പിക്കാനായിട്ട് സാധിച്ചു. അതിൻ്റെ പോസിറ്റീവ് സൈഡ്സും നെഗറ്റീവ് സൈഡ്സും നമുക്ക് എല്ലാവർക്കും കൂടി കൃത്യമായ അറിവിലേക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ലഭിച്ചു. സോ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഇതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത തിങ്കളാഴ്ച വീണ്ടും കാണാം. സോ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു ശ്രീകുമാരി മാം. താങ്ക് യു അനിയ മാം. താങ്ക് യു സബു സാർ.